നമ്മൾ ടൈഡൽ വോളിയം എന്ന് വിളിക്കുക. അതായത് നമ്മൾ ചുമ്മാ നിൽക്കുന്ന സമയത്ത് നമ്മൾ അകത്തോട്ട് കയറ്റുകയോ പുറത്തോട്ട് ഇറക്കുകയോ ചെയ്യുന്ന വോളിയത്തിന് നമ്മൾ ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ഓക്കെ, വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. ഓക്കെ, അതാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വാല്യൂ മറക്കരുത്, എൻട്രൻസിന് എപ്പോഴും ചോദിക്കുന്നതാണ്. 500 ml ആണ് ടൈഡൽ വോളിയത്തിന്റെ വാല്യൂ. 500 ml ആണ്, 500 ml ആണ് ടൈഡൽ വോളിയത്തിന്റെ വാല്യൂ. രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയമാണ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, IRV എന്നാണ് പറയാ. എല്ലാവരും NCERT എടുത്തിട്ട് നോക്കുക. IRV അഥവാ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അഥവാ IRV എന്ന് പറയുന്നത് നമ്മൾ ഈ ടൈഡൽ വോളിയം കൂട്ടാതെ, ടൈഡൽ വോളിയം നമ്മൾ അകത്തോട്ടാക്കുന്ന ടൈഡൽ വോളിയം നോർമലാണ്, അത് നമ്മൾ കൂട്ടുന്നില്ല. അത് കൂട്ടാതെ എന്തോരം എയർ നിങ്ങൾക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റും, ടൈഡൽ വോളിയം കൂട്ടാതെ എത്രത്തോളം എയർ നിങ്ങൾക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. അതായത് അഡീഷണൽ ആണത്, കാരണം ടൈഡൽ അതിൽ പെടില്ല. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. അതായത് ഇത് ടൈഡൽ, ഇത് നമ്മൾ കൂട്ടുന്നില്ല, ഇത് കൂട്ടാതെ എന്തോരം എയർ അകത്തോട്ട് കയറ്റാൻ പറ്റും, ഇതിനെയാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. ഫോഴ്സിബിൾ ആയ ഇൻസ്പിരേഷനിൽ ഒരാൾക്ക് ടൈഡൽ വോളിയം കൂട്ടാതെ എത്രത്തോളം എയർ എടുക്കാൻ പറ്റും, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2500 മുതൽ 3000 ml ആണ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയത്തിന്റെ വാല്യൂ 2500 മുതൽ 3000 ml ആണ്. ഓക്കെ, ടൈഡൽ വോളിയം 500 ആണ് നോർമൽ ആയിട്ട് ഒരാൾ അകത്തോട്ട് കയറ്റുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറക്കുന്നത്. ഈ ടൈഡൽ കൂട്ടാതെ എന്തോരം എയർ ഒരാൾക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റും, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അടുത്തത് എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ്. എക്സ്പിരേറ്ററി റിസർവ് വോളിയം. നമ്മൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം പറഞ്ഞത് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ ആണ്. എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാല് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ ആണ്. അതായത് ടൈഡൽ വോളിയം കൂട്ടാതെ എന്തോരം എയർ ഒരാൾക്ക് പുറത്തോട്ട് കളയാൻ പറ്റും, അതിനെയാണ് നമ്മൾ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ബൈ അല്ലെങ്കിൽ എക്സ്പയർഡ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഈ IRVയിലും ERVയിലും ടൈഡൽ വോളിയം ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം, അതാണ് റെസിഡ്വൽ വോളിയം. റെസിഡൽ വോളിയം അല്ലെങ്കിൽ RV. റെസിഡൽ വോളിയം ഓർ RV എന്ന് വിളിക്കും. ഈ റെസിഡൽ വോളിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ എക്സ്പയർ ചെയ്യൂ. നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് നിങ്ങളുടെ ലങ്സിലുള്ള വോളിയം ഓഫ് എയർ എക്സ്പയർ ചെയ്യുക. നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്ത് കളഞ്ഞാലും നിങ്ങളുടെ ലങ്സിൽ കുറച്ച് വോളിയം ബാക്കി ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ എക്സ്പയർ ചെയ്താലും നിങ്ങളുടെ ലങ്സിൽ ബാക്കിയുള്ള വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്വൽ വോളിയം. അതാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ മരിച്ചാല് കാറ്റ് പോയി എന്നാണ് ചിലർ കൊളോക്കിയലായിട്ട് പറയാം. അതെന്താ അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മള് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിൽ എപ്പോഴും ഒരു വോളിയം വേണം.
നിങ്ങൾക്കറിയാം നമ്മളെ ലങ് എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം. ഈ ആൽവിയോള എന്ന് പറയുന്ന ബലൂണിനെ വീർപ്പിച്ച് നിർത്തുന്ന സാധനമാണ് ഈ റെസിഡുവൽ വോളിയം. ഈ റെസിഡുവൽ വോളിയം നമ്മുടെ ലങ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ ആൽവിയോള ചുരുങ്ങിപ്പോകും. ഓക്കെ, അപ്പോ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വോളിയം മാറും. ആ വോളിയം ഉള്ളപ്പോഴേ നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ. ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരാൾക്ക് CPR കൊടുക്കുമ്പോൾ, അതായത് ഒരാൾ മരിക്കാൻ പോകുമ്പോൾ നമ്മൾ അയാൾക്ക് കൃത്രിമ ശ്വാസവും നമ്മൾ ഈ ഹാർട്ടിന് നമ്മൾ പ്രസ്സിങ്ങും കൊടുക്കും. അപ്പൊ ഈ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ എപ്പോഴും പിള്ളേർ ചോദിക്കുന്നതാണ്, നമ്മൾ അകത്തോട്ടാണോ പുറത്തോട്ടാണോ ഊതുന്നത്? നമ്മൾ അകത്തോട്ടാണ് ഊതുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന വോളിയം റെസിഡൽ വോളിയമാണ്. ഇയാളുടെ ഈ മരിക്കാൻ പോകുന്ന ആളുടെ പ്രശ്നം, ഇയാളുടെ ലങ്സിന്റെ ഉള്ളിലുള്ള റെസിഡൽ വോളിയം നഷ്ടപ്പെട്ടു, ഇയാൾ മരിക്കാൻ പോവുക. അപ്പൊ നമ്മൾ അയാൾക്ക് അകത്തോട്ട് കയറ്റി കൊടുക്കുന്നത് റെസിഡൽ വോളിയമാണ്. അതായത് നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്താലും നിങ്ങളുടെ ലങ്ങിൽ ബാക്കി ഉണ്ടാവേണ്ട എയറിനെയാണ് റെസിഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. നിങ്ങൾ ഫോഴ്സിബിൾ ആയിട്ട് എക്സ്പയർ ചെയ്താലും നിങ്ങളുടെ ലങ്സിൽ ബാക്കിയുള്ള എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡൽ വോളിയം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ 4 വോളിയങ്ങൾ പഠിച്ചു. ഒരാൾ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതും എക്സ്പയർ ചെയ്യുന്നതും ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം കൂട്ടാതെ അഡീഷണൽ ആയിട്ട് ഒരാൾ എന്തോരം എയർ ഇൻസ്പയർ ചെയ്യുന്നു, അഡീഷണൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ, അതാണ് IRV. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ, ERV. ഇനി എത്രത്തോളം നിങ്ങൾ എക്സ്പയർ ചെയ്ത് കളഞ്ഞാലും ലങ്സിൽ ബാക്കിയുള്ളത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിഡൽ വോളിയം. എപ്പോഴും ചോദിക്കും, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ, റെസിഡൽ വോളിയം. ഇനി ഇത് നിങ്ങൾ ഒരു രോഗിയാണ്, അപ്പൊ നിങ്ങൾ രോഗം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഈ വോളിയങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ലങ്സുമായിട്ടോ അല്ലെങ്കിൽ ക്ഷീണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളുടെ വോളിയങ്ങളൊക്കെ ചെക്ക് ചെയ്യും. വോളിയങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ നിങ്ങളുടെ കപ്പാസിറ്റി അളക്കും. നമുക്ക് ഇതുപോലെ വോളിയങ്ങൾ വെച്ചിട്ട് നമുക്ക് നിങ്ങളുടെ കപ്പാസിറ്റികൾ മനസ്സിലാക്കും. ഒന്നാമത്തെ കപ്പാസിറ്റിയാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അല്ലെങ്കിൽ IC. എൻട്രൻസിന്റെ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ വോളിയങ്ങളും കപ്പാസിറ്റികളും. എപ്പോഴും ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ ഒരു നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സാധനം കപ്പാസിറ്റിയിൽ ഒന്ന് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരാള് ടോട്ടലായിട്ട് അയാൾക്ക് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതന്നെയല്ലേ സാറേ നിങ്ങൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയത്തിൽ പറഞ്ഞതെന്നായിരിക്കും. അത് അഡീഷണൽ ആണ്. അതായത് ടൈഡൽ വോളിയം കൂട്ടാതെ ഒരാളെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുള്ളതാണ് IRV. എന്നാൽ IC അഥവാ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന ടൈഡൽ വോളിയം കൂട്ടിയിട്ട് ഒരാൾക്ക് എന്തോരം ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് IC. അപ്പൊ IRVയും ICയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം കൂട്ടാതെ ഒരാൾക്ക് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാം എന്നതാണ് IRV. ഒരാള് ടൈഡൽ വോളിയം കൂട്ടിയിട്ട് എന്തോരം ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് IC. ടൈഡൽ വോളിയം കൂട്ടിയിട്ട് എന്തോരം ഇൻസ്പയർ ചെയ്യാൻ പറ്റും? ഒന്ന് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് പോകുന്നത്, പിന്നെ നമ്മൾ ഇൻസ്പയർ, അതായത് ടൈഡൽ കൂട്ടാതെ വീണ്ടും ഇൻസ്പയർ ചെയ്യുന്നത് ഏതാണ്? IRV. അപ്പൊ TV പ്ലസ് IRV ആണ് നമ്മൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ടൈഡൽ വോളിയവും നമ്മൾ മാക്സിമം കയറ്റുന്ന IRVയും കൂട്ടിയതാണ് ഒരാളുടെ IC അഥവാ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ നമ്മൾ ഇൻസ്പയർ ചെയ്യുമല്ലോ, അതാണല്ലോ IC. ആ ICയുടെ മുമ്പത്തെ നമ്മളുടെ എക്സ്പിരേഷൻ നോർമൽ ആയിരിക്കണം. അതായത് ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഞാൻ നോർമലായിട്ട് എക്സ്പയർ ചെയ്തു, എന്നിട്ട് ഇതിനെയാണ് നമ്മൾ IC എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ IC എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങളോട് പറയും, ആദ്യം നിങ്ങൾ ശ്വാസം പുറത്തോട്ട് വിടാൻ പറയും, എന്നിട്ട് നിങ്ങൾ അകത്തോട്ട് കയറ്റുക, അത് ടൈഡല്, പ്ലസ് നിങ്ങൾ കയറ്റുന്നത് IRV. ഈ ടൈഡലും IRVയും ചേർത്തതാണ് IC. ഓക്കെ, അപ്പോ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ.
നോർമലായിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം ഒരാൾ എന്തോരം എയർ അകത്തോട്ട് കയറ്റുന്നു, അതാണ് IC. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് EC, എക്സ്പിരേറ്ററി കപ്പാസിറ്റി. അതായത് ഒരാള് നോർമലായിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം എന്തോരം എയർ, ഒരാൾ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തതിന് ശേഷം എന്തോരം എയർ എക്സ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. അതായത് നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തതിനു ശേഷം എന്തോരം എക്സ്പയർ ചെയ്യുന്നുള്ളതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ഓക്കെ, ഇനി ഈ എക്സ്പിരേറ്ററി കപ്പാസിറ്റിയിൽ ടൈഡൽ വോളിയവും ERVയുമാണ് ഉള്ളത്. അപ്പൊ ERVയും എക്സ്പിരേറ്ററി കപ്പാസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ERV എന്ന് പറഞ്ഞാൽ ടൈഡൽ കൂട്ടാതെ നിങ്ങൾക്ക് എന്തോരം എയർ പുറത്തോട്ട് കളയാൻ പറ്റുമെന്നുള്ളതാണ് ERV. പക്ഷെ EC അഥവാ എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്തോരം എയർ പുറത്തോട്ട് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് EC. ICയും ECയും തമ്മിലുള്ള വ്യത്യാസം, നോർമലായിട്ട് എക്സ്പയർ ചെയ്തതിനു ശേഷം ഒരാൾക്ക് എന്തോരം ഇൻസ്പയർ ചെയ്യാം, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തതിനു ശേഷം ഒരാൾക്ക് എന്തോരം എക്സ്പയർ ചെയ്യാം, എക്സ്പിരേറ്ററി കപ്പാസിറ്റി. രണ്ടിന്റെ ഷോർട്ട് ഫോം IC = TV + IRV, EC = TV + ERV എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് രണ്ടത്. ഇനിയാണ് നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കപ്പാസിറ്റി വൈറ്റൽ കപ്പാസിറ്റിയാണ്. വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് ശ്രദ്ധിക്കുക. വൈറ്റൽ കപ്പാസിറ്റി അതായത് നമ്മൾ ICയിൽ പറഞ്ഞത് ഒരാൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്തതിനു ശേഷം എന്തോരം എയർ അകത്തോട്ട് കയറ്റാന്നുള്ളതാണ് IC പറഞ്ഞത്. ഒരാൾ നോർമലായിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് എത്രത്തോളം പുറത്തോട്ട് കളയുന്നതാണ് EC പറഞ്ഞത്. ഇനി ഒരാള് നമ്മൾ ഓടുമ്പോ എന്താ നമ്മൾ ചെയ്യാം? ഇതാണ് നമ്മളെ മൂവ്മെന്റ്. അതായത് നമ്മൾ നല്ലോണം എയർ അകത്തോട്ട് കയറ്റും ചെയ്യും, നല്ലോണം എയർ പുറത്തോട്ട് കളയും ചെയ്യും. ഇതാണ് BC. അതായത് പിന്നെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, അല്ലെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. ഫോഴ്സിബിൾ ആയിട്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഫോഴ്സിബിൾ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് തന്നെ എക്സ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ഇൻസ്പയർ ചെയ്തിട്ട് മാക്സിമം തന്നെ എക്സ്പയറും ചെയ്യാം. ഇതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി വിളിക്കുന്നത്. അപ്പൊ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി പറഞ്ഞാൽ നോർമലായ എക്സ്പിരേഷന് ശേഷം മാക്സിമം നിങ്ങൾ അകത്തോട്ട് കയറ്റുന്നതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. നോർമലായിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് ഫോഴ്സിബിൾ ആയിട്ട് പുറത്തോട്ട് കളയുന്നതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി പറഞ്ഞാൽ ഫോഴ്സിബിൾ ആയിട്ട് തന്നെ നിങ്ങൾ അകത്തോട്ട് കയറ്റിയിട്ട് ഫോഴ്സിബിൾ ആയിട്ട് തന്നെ നിങ്ങൾ പുറത്തോട്ട് കളയുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റിയിൽ എന്തൊക്കെ വരും? വൈറ്റൽ കപ്പാസിറ്റി = ടൈഡൽ വോളിയം എന്തായാലും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മൾ IRV മാക്സിമം നമ്മൾ അകത്തോട്ട് കയറ്റി, ERV മാക്സിമം നമ്മൾ പുറത്തോട്ടും വിട്ടു. അപ്പൊ TV + IRV + ERV, TV + IRV + ERV = വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു എക്സസൈസ് ചെയ്യും, നിങ്ങളൊരു റണ്ണിങ്ങിന് പോകും, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകും. അപ്പൊ നമ്മൾ ഒരുപാട് ബ്രീത്ത് ഇൻ ചെയ്യും, ബ്രീത്ത് ഔട്ടും ചെയ്യും. ഇതാണ് നിങ്ങളുടെ മൂവ്മെന്റ്. ഇത് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു ജോലി എടുക്കാൻ പറ്റുള്ളൂ, ഒരു നല്ല വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റൽ കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, ഒരു 32, 33, 34 ഒക്കെ ആകുമ്പോഴേക്ക് ഫുട്ബോൾ പ്ലെയേഴ്സ് റിട്ടയർഡ് ആവും കളിയിൽ. അപ്പൊ ഈ റൊണാൾഡോയെ പോലെ അല്ലെങ്കിൽ മെസ്സിയെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഫീൽഡിൽ ഒരു 34, 35 വയസ്സിന് ശേഷം നിൽക്കുന്നുള്ളൂ. അതിന്റെ കാരണം ചോദിച്ചാൽ വൈറ്റൽ കപ്പാസിറ്റിയാണ്. അവരുടെ ഡോക്ടേഴ്സ് എപ്പോഴും അവരുടെ വൈറ്റൽ കപ്പാസിറ്റി ചെക്ക് ചെയ്യും. അതായത് അവർക്ക് മാക്സിമം എയർ അകത്തോട്ട് എടുത്ത് മാക്സിമം എയർ പുറത്തോട്ട് ഇടാനുള്ള കഴിവ് വേണം. നന്നായിട്ട് വൈറ്റൽ കപ്പാസിറ്റി വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഫുട്ബോളിൽ ഓടാൻ പറ്റത്തില്ല. മനസ്സിലായി? ക്രിക്കറ്റിൽ ഒരു പരിധി വരെ വൈറ്റൽ കപ്പാസിറ്റിയിൽ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യാം. പക്ഷെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട കളിയാണ്. അപ്പൊ നല്ലോ എയർ അകത്തോട്ടും കയറ്റണം, പുറത്തോട്ടും ഇറക്കണം, അകത്തോട്ടും കയറ്റണം, പുറത്തോട്ടും ഇറക്കണം. അപ്പോ IRVയും ERVയും ടൈഡൽ വോളിയവും കൂട്ടിയതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അടുത്ത സാധനം
ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമാണ്. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുക. NCERT ശ്രദ്ധിക്കുക. ബോർഡുമ്മ കാണുന്നില്ലെങ്കിൽ NCERT നോക്കിയാൽ മതി. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ റെസിഡുവൽ വോളിയം ഒന്നും കൂടി ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ നിങ്ങൾക്ക് റെസിഡുവൽ വോളിയം പറഞ്ഞു, അതായത് നമ്മുടെ കാറ്റ് പോവുക എന്ന് പറയുന്ന കാറ്റ്, അതായത് നമ്മൾ മാക്സിമം എയർ പുറത്തോട്ട് വിട്ടാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര എക്സ്പയർ ചെയ്താലും ലങ്സിൽ ബാക്കിയുള്ള എയറിനെ ആണല്ലോ നിങ്ങൾ എന്തെന്ന് വിളിച്ചത്, റെസിഡുവൽ വോളിയം എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രത്തോളം എക്സ്പയർ ചെയ്താലും ലങ്ങിൽ ബാക്കിയുള്ള എയറിനെ നിങ്ങൾ റെസിഡുവൽ വോളിയം എന്ന് വിളിക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയൊന്നും എക്സ്പയർ ചെയ്യുന്നില്ല, നിങ്ങൾ നോർമലായിട്ട് നിങ്ങളെ ടൈഡൽ വോളിയം തന്നെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലങ്ങിൽ ബാക്കിയുള്ളതിനെയാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ FRC എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഫോഴ്സിബിൾ ആയിട്ട് എക്സ്പയർ ചെയ്താലും ലങ്ങിൽ ബാക്കിയുള്ളതാണ് റെസിഡുവൽ വോളിയം. നന്നായിട്ട് ശ്രദ്ധിക്കുക, കിളി പോകും. ഫോഴ്സിബിൾ ആയിട്ട് എക്സ്പയർ ചെയ്താല് ലങ്ങിൽ ബാക്കിയുള്ളതാണ് റെസിഡുവൽ വോളിയം. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ, അതിനെയാണ് നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ സാധനം ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റിയാണ്. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഫോഴ്സിബിൾ ആയിട്ടൊന്നും എക്സ്പയർ ചെയ്യുന്നില്ല, നിങ്ങൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ വെറും നോർമൽ ആയിട്ടാണ് എക്സ്പയർ ചെയ്യുന്നത്, അപ്പോൾ ലങ്സിൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു, അതായത് നിങ്ങളുടെ ലങ്ങില് ബാക്കിയുള്ള റെസിഡുവൽ വോളിയം FRC എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്താലും ലങ്ങില് ബാക്കിയുള്ള RV FRCയിലും ഉണ്ട്, പ്ലസ് ഏതാണ്ടാവുക ERV ആണ്, അതായത് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. കാരണം എന്താ, നിങ്ങൾ മാക്സിമം എയർ പുറത്തോട്ട് വിട്ടതിന് ശേഷം ബാക്കിയുള്ളതാണ് റെസിഡുവൽ വോളിയം. ആ എയർ നിങ്ങൾ പുറത്തോട്ട് വിടുന്നില്ല, അതായത് ERV നിങ്ങൾ പുറത്തോട്ട് വിടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതാണ് FRC. അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവിടെ ശ്രദ്ധിക്കുക. എപ്പോഴും എന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഈ ഫോണിന്റെ കവറിനെ നമ്മൾ ടൈഡൽ വോളിയം ആക്കിയിട്ട് കൂട്ടുക. അപ്പൊ ഈ ഫോണിന്റെ കവർ ടൈഡൽ വോളിയം ആണ്, ഇതാണ് ടൈഡൽ വോളിയം. ഓക്കെ, ഈ മൈക്കിന്റെ ബോക്സ് ബ്രാൻഡ് ഒന്നും ശ്രദ്ധിക്കണ്ട, ഈ മൈക്കിന്റെ ബോക്സ് ERV ആണ്, അല്ല ഐ മീൻ റെസിഡുവൽ വോളിയം ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ സോറി ഒറ്റ മിനിറ്റ്, ഈ ഫോണിന്റെ കവർ നിങ്ങൾ റെസിഡുവൽ വോളിയം എന്ന് എടുക്കുക. ഇത് കണ്ട കവർ ഓട്ടയുള്ള ഈ കവർ റെസിഡുവൽ വോളിയം ആക്കിയിട്ട് എടുക്കുക. ഇത് നിങ്ങളുടെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആക്കിയിട്ട് എടുക്കുക. ഇത് നിങ്ങളുടെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം എക്സ്പയർ ചെയ്യാവുന്ന എയർ ആണ് ഇത്, എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഇത് നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്താലും നിങ്ങളുടെ ബാക്കിയുള്ള റെസിഡുവൽ വോളിയമാണ്. ഒരു സാധനം കൂടി കാണാം, ഇത് ഈ പെൻസിൽ, ഇത് ടൈഡൽ വോളിയമാണ്. ഇത് നിങ്ങൾ നോർമൽ ആയിട്ട് അകത്തോട്ട് വിടും പുറത്തോട്ട് വിടും ഇതൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലങ്ങിൽ എന്തൊക്കെയുണ്ട്, ഈ ഫോൺ കവർ റെസിഡുവൽ വോളിയമാണ്, ഇത് നിങ്ങളുടെ ലങ്ങിലുള്ളതാണ്. ഫോൺ കവർ റെസിഡുവൽ വോളിയമാണ്. നിങ്ങൾ ജീവിക്കുമ്പോൾ, അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ, നിങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ, നിങ്ങൾ കരയുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ ലങ്സിലേക്ക് ഉള്ളിൽ കയറിയ ആളാണ് ഇത്. ഇയാൾ പിന്നെ പുറത്തോട്ട് പോകുന്നത് നിങ്ങൾ മരിക്കുമ്പോഴാണ്. ഇതാണ് റെസിഡുവൽ വോളിയം. നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്ത് കളഞ്ഞാലും നിങ്ങളെ വിട്ടു പോവാത്ത ആള് ഇത്, നിങ്ങൾ മരിക്കുമ്പോൾ മാത്രം വിട്ടുപോകുന്ന റെസിഡുവൽ വോളിയമാണ് ഇത്. ഓക്കെ, ഇനി ഇയാള് ഈ സാധനമാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഇത് ടൈഡൽ വോളിയം, നിങ്ങൾ നോർമലായിട്ട് അകത്തോട്ടും വിടും പുറത്തോട്ടും വിടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ലങ്സിൽ ഉണ്ടല്ലോ, അതായത് ഈ റെസിഡുവൽ വോളിയം ഉണ്ട്, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഉണ്ട്, ടൈഡൽ വോളിയം ഉണ്ട്. ടൈഡലിനെ നിങ്ങൾ പുറത്തോട്ട് വിടുന്നു അകത്തോട്ട് വിടുന്നു, പുറത്തോട്ട് വിടുന്നു അകത്തോട്ട് വിടുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ മാക്സിമം എക്സ്പയർ ചെയ്ത് കളഞ്ഞാലും നിങ്ങളുടെ ലങ്സിൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ മാക്സിമം ആയിട്ട് നിങ്ങൾ എക്സ്പയർ ചെയ്ത് കളഞ്ഞത് എന്താണ്, ഈ സാധനം,
ഇതെന്താ സാധനം? ഇത് എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ്. ഇതിനെ നിങ്ങൾ കളഞ്ഞാൽ നിങ്ങളുടെ ലങ്സിൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ റെസിഡൽ വോളിയം എന്ന് വിളിക്കുക. കണ്ടോ, ഈ സാധനം റെസിഡൽ വോളിയാണ്. ഇനി നിങ്ങൾ മാക്സിമം ആയിട്ട് എക്സ്പയർ ചെയ്ത് കളയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇവനെ കളയുന്നില്ല, ഈ മൈക്ക് ബോക്സിനെ നിങ്ങൾ കളയുന്നില്ല. മാക്സിമം ആയിട്ട് എക്സ്പയർ ചെയ്യാറുണ്ട് ഇവനെ കളയുക. അപ്പൊ ബാക്കിയുള്ളത് പിന്നെ ഈ ഫോൺ കവർ മാത്രമാണ്. ഇത് റെസിഡൽ വോളിയമാണ്. ഇവനെ നിങ്ങൾ കളയുന്നില്ലെങ്കിൽ, കണ്ടോ, ഇതാരാണ്? എക്സ്പിരേറ്ററി റിസർവ്. ഇവനെ വിടും, ഇവൻ നോർമലായിട്ട് പുറത്തോട്ട് പോകുന്നതാണ്. ഇവനെ നിങ്ങൾ കളയുന്നില്ല, ഇതാരാണ്? എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി ലങ്സിൽ ബാക്കിയുള്ളതാണ് ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി. അപ്പൊ ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി ആരൊക്കെയുണ്ട്? ഇവനുണ്ട്, ഇവനുണ്ട്. ഇതാരാണ്? ഇത് റെസിഡൽ വോളിയമാണ്. ഇതാരാണ്? എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ്. ഓക്കെ, ഇതിൽ നന്നായിട്ടൊന്നും നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പൊ റെസിഡൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ. മുദ്ര ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അത് FRC ഈക്വൽ ടു RV പ്ലസ് ERV. ഇതിലെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു സാധനമാണ്. ടോട്ടൽ ലങ് കപ്പാസിറ്റി TLC. TLC is equal to tidal volume plus IRV plus ERV plus residual volume. അതായത് നിങ്ങളൊരു നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര ഇൻസ്പയർ ചെയ്യുമ്പോൾ ലങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളെ മാക്സിമം അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തായാലും ടൈഡൽ വോളിയം ഉണ്ട്, നിങ്ങളെ കൊണ്ട് മാക്സിമം കയറ്റാൻ പറ്റുന്ന IRV ഉണ്ട്, മാക്സിമം ഇറക്കാൻ പറ്റുന്ന ERV ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലങ്ങിൽ ഓൾറെഡി ഉള്ള RV ഉണ്ട്. ഇതൊക്കെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അതിൽ TV പ്ലസ് IRV പ്ലസ് ERV നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റിയും റെസിഡുവൽ വോളിയം കൂടി ചേർന്നതാണ് TLC എന്ന് പറഞ്ഞാലും വിരോധമല്ല. അപ്പോ ഇത്രയും സാധനങ്ങളാണ് വോളിയം ആൻഡ് കപ്പാസിറ്റിയിൽ. ഇതില് പിന്നെ മനസ്സിലാക്കിയിട്ട് എപ്പോഴും പഠിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ചോദ്യം നീറ്റിന് ഉറപ്പാണ്. നീറ്റിന്റെ ഫുൾ NCERT സിലബസിൽ ഏതെങ്കിലും ഒരു പാർട്ട് എന്തായാലും ചോദിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ അതിലൊരു പാർട്ട് ഇതാണ്. ഇതിലൊരു വോളിയമോ കപ്പാസിറ്റിയോ ഇല്ലാത്തൊരു നീറ്റ് പേപ്പറും ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പൊ ഈ 4 വോളിയങ്ങളും 5 കപ്പാസിറ്റിയും ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിഡൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡൽ വോളിയം, ഇത് 3 ഓക്കെ. നമ്മള് ബ്രീത്തിങ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മളെ ബ്രീത്തിങ്ങിന് റെസ്പിറേഷന് 5 സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻസ്പിരേഷനും എക്സ്പിരേഷനുമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ഇപ്പോഴും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇൻസ്പയർ ചെയ്ത എയർ ലങ്ങിലേക്ക് എത്തി ആ ഓക്സിജനും ബ്ലഡും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമുക്കറിയാം ആൽവിയോളിയിൽ വന്നിട്ട്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചതാണ്. ആൽവിയോളിയിൽ വന്നിട്ട് ആ ആൽവിയോളിയിലുള്ള എയറും ആൽവിയോളിയിലുള്ള ഓക്സിജനും ബ്ലഡിലുള്ള, അതായത് നിങ്ങളിപ്പോ ബോഡി ഫ്ലൂയിഡ് പഠിച്ചു എന്ന് പറഞ്ഞു, പൾമണറി ആർട്ടറി ആണോ പൾമണറി വെയിൻ ആണോ ഹാർട്ടിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് ലങ്സിലോട്ട് പോകുന്നത്, അത് പൾമണറി ആർട്ടറി. ഡിയോക്സിജൻ ഒൺലി ആർട്ടറി വിച്ച് ക്യാരി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഏതാണ്? പൾമണറി ആർട്ടറി. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബോഡി ഫ്ലൂയിഡില്. അപ്പൊ ഈ പൾമണറി ആർട്ടറി ലങ്സിലോട്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് പോകുന്നു. അപ്പോ ആ പൾമണറി ആർട്ടറിയിലെ ബ്ലഡില് ഓക്സിജൻ ഇല്ല. അപ്പൊ ആ ഓക്സിജൻ ഇല്ല എന്നല്ല, ഓക്സിജൻ കുറവാണ്. അപ്പൊ അതിലേക്ക് ഓക്സിജൻ ലങ്സിൽ നിന്ന് വരും. അപ്പൊ ആദ്യമായിട്ട് ബ്രീതിങ്ങിന്റെ സമയത്ത് ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ഒന്ന് ആൽവിയോളയും, 2 ഈ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. അത് നിങ്ങൾ അങ്ങനെ പറയേണ്ട, ബ്ലഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആൽവിയോളയും ബ്ലഡും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ആണ് ഫസ്റ്റ് നടക്കുന്നത്. അതായത് ആൽവിയോളെ ഓക്സിജൻ ബ്ലഡിന് കൊടുക്കും, ബ്ലഡ് അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് കൊടുക്കും, ഫസ്റ്റ് എക്സ്ചേഞ്ച്. ഇനി ഈ ബ്ലഡ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ടിഷ്യൂവിലേക്ക് എത്തും. അപ്പൊ ടിഷ്യൂവിന് ഓക്സിജൻ വേണം, അതുകൊണ്ട് ഈ ബ്ലഡിലുള്ള ഓക്സിജൻ ടിഷ്യൂവിലേക്ക് കയറുന്നു, ടിഷ്യൂവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡിലേക്ക് കയറുന്നു. അപ്പൊ രണ്ടാമത്തെ എക്സ്ചേഞ്ച് എവിടേക്ക് തമ്മിലാണ്? ടിഷ്യൂവിൽ. അതായത് ബ്ലഡിൽ നിന്നുള്ള ഓക്സിജൻ ടിഷ്യൂവിലേക്കും ടിഷ്യൂവിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലോട്ടും കയറുന്നു. അപ്പൊ നമ്മളെ അടുത്ത ടോപ്പിക്ക് എക്സ്ചേഞ്ച് ആണ്. 2 എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഒന്നാമത്തെ എക്സ്ചേഞ്ച് ബ്ലഡും ആൽവിയോളും തമ്മിലുള്ള എക്സ്ചേഞ്ച്. ആൽവിയോള് ഓക്സിജനെ ബ്ലഡിന് കൊടുക്കുന്നു, ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളൊക്കെ കൊടുക്കുന്നു, ഫസ്റ്റ് എക്സ്ചേഞ്ച്.
ഇനി രണ്ടാമത്തെ എക്സ്ചേഞ്ച് എന്താണ്? രണ്ടാമത്തെ എക്സ്ചേഞ്ച് ടിഷ്യൂവും ബ്ലഡും തമ്മിലാണ്. ടിഷ്യൂ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിന് കൊടുക്കുന്നു, ബ്ലഡ് അതിന്റെ ഓക്സിജനെ ടിഷ്യൂവിന് കൊടുക്കുന്നു. ഇതാണ് എക്സ്ചേഞ്ച്. ഇതാണ് നമ്മളെ ഇനിയത്തെ പഠിക്കാനുള്ളത്. അപ്പൊ എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ചിന്റെ രണ്ട് സൈറ്റുകൾ പഠിക്കുക. ആദ്യത്തെ എക്സ്ചേഞ്ച് സൈറ്റ് ആൽവിയോളിൻ ബ്ലഡും പിന്നെ ടിഷ്യൂവും ബ്ലഡും. അപ്പൊ ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. എല്ലാവർക്കും അറിയാം. അപ്പൊ ഫിസിക്കൽ പ്രോസസ് ബിഹൈൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ എപ്പോഴും ഡിഫ്യൂഷൻ മതി. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഇനി ഡിഫ്യൂഷൻ പാർഷ്യൽ പ്രഷറിന്റെയോ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിന്റെയോ അല്ലെങ്കിൽ കോൺസെൻട്രേഷന്റെയോ അടിസ്ഥാനത്തിലാണ്. കോൺസെൻട്രേഷൻ. ഇപ്പൊ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ പാർഷ്യൽ പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പാർഷ്യൽ പ്രഷർ കുറഞ്ഞ ഭാഗത്തോട്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് ഡിഫ്യൂഷൻ നടക്കുക. അപ്പോ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിഫ്യൂഷൻ ബ്രാക്കറ്റിൽ ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇപ്പോ നമുക്ക് കെമിസ്ട്രി പഠിച്ചാണ് പാർഷ്യൽ പ്രഷർ. പക്ഷെ കെമിസ്ട്രിക്കാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് പാർഷ്യൽ പ്രഷർ എന്താന്ന് പഠിക്കണ്ട, പക്ഷെ എന്താന്ന് അറിയാം. അപ്പൊ ഈ കെമിസ്ട്രിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരുപാട് എന്തൊക്കെയോ ഒക്കെ പറയും. അത്രയൊന്നും ഇല്ല. ഇവിടെ ഒരുപാട് ഗ്യാസുകൾ ഉണ്ട്. ഇവിടെ ഇപ്പോ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഇഷ്ടംപോലെ ഗ്യാസുകളുണ്ട്. അപ്പൊ ഈ എല്ലാ ഗ്യാസിന്റെയും പ്രഷറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ എല്ലാ ഗ്യാസിന്റെയും പ്രഷറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതിൽ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിന് പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ടോട്ടൽ എല്ലാ ഗ്യാസിന്റെയും കൂടി പ്രഷറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓക്സിജന് സ്വന്തമായ ഒരു പ്രഷർ ഉണ്ട്, അതാണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് സ്വന്തമായ ഒരു പ്രഷർ ഉണ്ട്, അതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പൊ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസിന്റെ മിക്സ്ചറിൽ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിന് എന്തോരം പ്രഷർ ഉണ്ട്, അതാണ് പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷൻ നടക്കല് ഒന്നെങ്കിൽ പാർഷ്യൽ പ്രഷർ കൂടി, അതായത് ഇപ്പൊ ഓക്സിജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ പാർഷ്യൽ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും പാർഷ്യൽ പ്രഷർ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞ ഭാഗത്തോട്ട്. നിങ്ങളെല്ലാവരും NCERT-യിലെ 273 പേജ് എടുക്കുക. അപ്പോ ഇതിൽ കുറെ വാല്യൂസ് ഉണ്ട്, അത് ആ ടേബിളിലും ഉണ്ട്, എങ്ങനെയാണ് ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം ടേബിൾ ശ്രദ്ധിക്കുക. ടേബിൾ ശ്രദ്ധിച്ചാല് ഉണ്ടോ, ഈ ഗ്യാസ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159 ആണ്. മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് പാർഷ്യൽ പ്രഷറിന്റെ യൂണിറ്റ്. mmHg ആണ് പാർഷ്യൽ പ്രഷറിന്റെ യൂണിറ്റ്. mmHg, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നാണ് ആ യൂണിറ്റിന് വിളിക്കുക. അപ്പൊ ടേബിളിൽ അങ്ങനെയൊന്നും ഇല്ല ആ ഒരു, പക്ഷെ ആ ഫോട്ടോയിലുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159 mmHg ആണ് ഓക്സിജൻ. നേരെ മറിച്ച് ആൽവിയോളയിൽ 104 ആണ്, 104 ആണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159, ആൽവിയോളയിൽ 104 ഓക്സിജൻ. അപ്പൊ കൂടുതൽ എവിടെയാണ്? അറ്റ്മോസ്ഫിയറിക് എയറിലാണ്. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ ഇൻഡിവിജ്വൽ ആയി ഓക്സിജന്റെ മാത്രം പ്രഷർ എന്ന് പറയുന്നത് 159 ആണ്. എന്നാൽ ആൽവിയോളയിൽ 104 ആണ്, 104 ആണ്. അപ്പൊ കൂടുതൽ എവിടെയാണ് പാർഷ്യൽ പ്രഷർ ഓക്സിജന്റേത്? അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആൽവിയോളയിലേക്ക് ഓക്സിജൻ പോകും. ഓക്കെ, ഇനി നമുക്ക് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ഇനി എക്സ്ചേഞ്ച് നടക്കേണ്ടത് ആൽവിയോളയും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും ആണ്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് ഓക്സിജൻ പോകണമെന്ന് വെറുതെ ആലോചിക്കുക. അതായത് ആൽവിയോളിയിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് പോകണം, അഥവാ ആൽവിയോളിയിൽ കൂടണം, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ കുറയണം. ശ്രദ്ധിക്കുക, ആൽവിയോളിയിൽ 104, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ 40. അപ്പൊ ആൽവിയോളിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് പോകും. ഇനി അതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആവുമ്പോൾ അത് 95 ആവും. ടിഷ്യൂവിൽ 40 ആണ്. അപ്പൊ കൂടുതൽ ഇവിടെയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിലാണ്, ടിഷ്യൂവിൽ കുറവാണ്. അപ്പൊ അങ്ങോട്ട് പോകും. ഇനി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് എയറിലോട്ടാണ് ലങ്ങിൽ നിന്ന് പോകേണ്ടത്. എയറിൽ 0.3 ആണ്, ഇവിടെ ലങ്ങില് 40 ആണ്. അപ്പൊ ലങ്ങിൽ കൂടുതലാണ്, ആ കൂടുതലുള്ളത് എയറിലോട്ട് പോകും. ഇനി ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ 45 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 40 ആണ്, നമ്മുടെ ടിഷ്യൂവിൽ 45 ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് വരും. ടിഷ്യൂവിൽ നിന്ന് ഈ ചിത്രം കണ്ടാൽ, ഈ ചിത്രം എപ്പോഴും പഠിക്കണം, എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കണ്ടാവും. എയർ ആൽവിയോളാണ് ഈ
ഈ പിന്നെ കുടം പോലെ വരച്ചു വെച്ചിരിക്കുന്നത് ആൽവിയോളയാണ്. ഈ ആൽവിയോളയിൽ ഓക്സിജൻ 104, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ 40. വേണ്ട ഓക്സിജനേറ്റഡ് ബ്ലഡ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ആ വാല്യൂസ്, ആ പിക്ചറും നിങ്ങൾ പഠിക്കണം. ആ വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ നീറ്റിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും ഈ വാല്യൂസിനെ കുറിച്ച് നമുക്ക് ഐഡിയ വേണം. അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 159, കാർബൺ ഡൈ ഓക്സൈഡ് 0.3. ആൽവിയോളിയില് 104 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, 40 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓക്സിജൻ അകത്തോട്ട് കയറി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും. പിന്നെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ 45ഉം ഓക്സിജൻ 40ഉം കാർബൺ ഡൈ ഓക്സൈഡ് 40. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ 95ഉം കാർബൺ ഡൈ ഓക്സൈഡ് 40. ടിഷ്യൂവിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിലുള്ള പോലത്തെ അതേ വാല്യൂ ആണ്. ഇത് കാണാപാഠം പഠിക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല. എന്നിട്ട് കൂടുതലുള്ളടത്തുനിന്ന് കുറവുള്ളടത്തേക്ക് പോകുന്നത് പഠിക്കുക. ഇതൊക്കെയാണ് എക്സ്ചേഞ്ച്. അപ്പൊ ഇനി എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സ്ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകൾ. എക്സ്ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടറുകൾ. ഒന്ന് സോലുബിലിറ്റി ഓഫ് ഗ്യാസ്. ഇത് ചോദിക്കും, സോലുബിലിറ്റി ഓഫ് ഗ്യാസ്. ഇത് കൂടുതൽ എക്സാമിനാണ് ചോദിച്ചു കാണുന്നത്. 2, തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ശ്രദ്ധിക്കുക, ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ഡിഫ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഡിഫ്യൂഷന്റെ ബേസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസും കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസും ആണ്. അപ്പോ ഒന്നിന്റെ പാർഷ്യൽ പ്രഷറും അല്ലെങ്കിൽ കോൺസെൻട്രേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. ആ ഡിഫ്യൂഷന്റെ റേറ്റിന് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫ്യൂഷൻ ചെയ്യണം, അതിന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സോലുബിലിറ്റി ഓഫ് ഗ്യാസ്, 2 തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസും തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഒന്നുകൂടി ഞാൻ പറയാം. ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിഫ്യൂഷൻ ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ആ ഡിഫ്യൂഷനിന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് സോലുബിലിറ്റി ഓഫ് ഗ്യാസും, 2 തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിനും. സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ആണ് നമുക്കറിയാം. ഈ ഗ്യാസ് പറഞ്ഞ സാധനം വെള്ളത്തിൽ ലയിക്കും. അതാണ് സോലുബിലിറ്റി എടുക്കാൻ കാരണം. അപ്പൊ സാറേ, ബോഡിയിൽ എവിടെ വെള്ളം? ബോഡിയിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ആണ്. ബ്ലഡിന്റെ 55% പ്ലാസ്മയാണ്. ആ പ്ലാസ്മയുടെ 90 to 92% വെള്ളമാണ്. അപ്പൊ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിൽ ഗ്യാസ് ലയിക്കുന്നതിന്റെ അളവ്. അപ്പൊ അത് ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡിനാണോ കൂടുതൽ എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഓക്സിജൻ ആണ് കൂടുതൽ എന്ന് തോന്നും. നമുക്കൊക്കെ അറിയാം, ഈ സോഡ ഒക്കെ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയാം. അപ്പൊ മനസ്സിലാക്കുക, സോലുബിലിറ്റി ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് 20 to 25% ഹയർ സോലുബിലിറ്റി ദാൻ ഓക്സിജൻ. ഓക്സിജനേക്കാൾ 20-25% സോലുബിലിറ്റി കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി 20 to 25% ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഓക്സിജൻ. ഓക്സിജനേക്കാൾ 20-25% സോലുബിലിറ്റി കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് സോലുബിലിറ്റി ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഇത് ബ്രെയിനിലോട്ട് അങ്ങോട്ട് കയറട്ടെ. അപ്പൊ സോഡ ആലോചിച്ചാൽ മതി, സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ സോലുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 20 to 25% ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഓക്സിജൻ. അപ്പോ ഡിഫ്യൂഷൻ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സോലുബിലിറ്റി ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിന്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ പെട്ടെന്ന് ഡിഫ്യൂഷൻ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാരണം സോലുബിലിറ്റി ഓക്സിജനെ അപേക്ഷിച്ച് 20 to 25% കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണ്. ഇനി തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. നമുക്കറിയാം, ആൽവിയോളയിൽ നിന്നും ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള ബ്ലഡിലോട്ടാണ് ഗ്യാസ് കയറിപ്പോണ്ട്. ആൽവിയോളയിലുള്ള ഓക്സിജൻ ആൽവിയോളയുടെ തൊലി, ആൽവിയോളിന്റെ ഒരു സ്കിൻ ഉണ്ടാവുമല്ലോ, അത് കടന്നുപോയി ബ്ലഡ് വെസലിന്റെ ആ ഒരു ലെയറും കടന്നുമാണ് അകത്തോട്ട് കയറാൻ. ഓക്കെ, അതേപോലെ ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വെസലിന്റെ ആ ലെയർ കടന്ന് ആൽവിയോളിന്റെ ലെയർ കടന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്യാസ് ആണ് ഈ പോകുന്നത്. അപ്പൊ ഗ്യാസ് അങ്ങനെ കയറി പോണെങ്കിൽ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് ഭയങ്കര തിക്നെസ് ആയാൽ ഗ്യാസ് അങ്ങനെ കയറി പോവോ? ഇല്ലല്ലോ. അപ്പൊ ഗ്യാസ് കയറി പോകണമെങ്കിൽ തിക്നെസ് ഭയങ്കര കുറവായിരിക്കണം. അപ്പൊ ഈ പിക്ചർ
ഇതാണ് ആ പിക്ചർ. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഈ വർഷത്തെ നിങ്ങളുടെ CBSE എക്സാമിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റിന്റെ ഇതിനോ ഈ പിക്ചർ നിങ്ങൾ എന്തായാലും സന്ദർശിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് ആ തിക്നെസ്. അപ്പൊ ഈ കാണുന്ന എല്ലാവരും NCERT ശ്രദ്ധിച്ചാൽ മതി. 273-ാമത്തെ പേജ്. അപ്പൊ ഈ കാണുന്ന ഉണ്ടല്ലോ, ഇതാണ് ആൽവിയോള. ഈ ആൽവിയോളന്റെ ഈ ലെയർ ഉണ്ടല്ലോ, ഇതാണ് ആൽവിയോളന്റെ എപ്പിത്തീലിയം. ഈ ആൽവിയോളന്റെ എപ്പിത്തീലിയത്തിനെയാണ് നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോള എന്ന് വിളിക്കുന്നത്. അപ്പൊ ലെയർ നമ്പർ 1, ഗ്യാസിന് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒന്നാമത്തെ ലെയർ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോള. ഓക്കെ. ഇതാണ് ബ്ലഡ് വെസൽ. ഈ ബ്ലഡ് വെസലിന്റെ ഈ എപ്പിത്തീലിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. ഇനി ഇതിന്റെ രണ്ടിന്റെ അടിയിൽ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറഞ്ഞൊരു മെംബ്രെയിനും ഉണ്ട്. അപ്പൊ ഗ്യാസിന് എക്സ്ചേഞ്ച് ചെയ്യാൻ 3 ലെയറുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ലെയർ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളന്റെ സ്ക്വാമസ് എപ്പിത്തീലിയം. രണ്ടാമത്തത് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. രണ്ടിന്റെ അടിയിലുള്ള ബേസ്മെന്റ് മെംബ്രെയിൻ. ഓക്കെ. അപ്പോ തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ 1 മില്ലിമീറ്ററിനേക്കാൾ തിക്നെസ് കുറവാണ്. പക്ഷെ 3 ലെയറുകൾ ഈ ഗ്യാസ് പാസ് ചെയ്യണം. ഏതൊക്കെയാണ് ലെയർ? ഒന്ന് ആൽവിയോളന്റെ സ്ക്വാമസ് എപ്പിത്തീലിയം, 2 ബ്ലഡ് വെസലിന്റെ എൻഡോത്തീലിയം, രണ്ടിന്റെയും ഇടയിൽ ബേസ്മെന്റ് മെംബ്രെയിൻ. ഇത്രയും ലെയർ പാസ് ചെയ്തിട്ടാണ് ഈ ഓക്സിജൻ പിന്നെ ആൽവിയോളിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് പോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളിലേക്ക് കയറി പോകുന്നതും. പ്രത്യേകം പഠിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഡിഫ്യൂഷനെ കുറിച്ച് പറയുന്നത്. ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യാം. ഡിഫ്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ട സാധനം, എക്സ്ചേഞ്ചിൽ നിങ്ങൾ പഠിക്കേണ്ട കാരണം, എക്സ്ചേഞ്ച് നടക്കുന്ന സൈറ്റുകൾ 2 ഒന്ന് ആൽവിയോളി ബ്ലഡും 2 ബ്ലഡും ടിഷ്യൂ. ഓക്കെ, അത് മാറ്റി വെക്കുക. ഡിഫ്യൂഷൻ നടക്കുന്ന ഫിസിക്കൽ പ്രോസസ്സ്, എക്സ്ചേഞ്ച് നടക്കുന്ന ഫിസിക്കൽ പ്രോസസ്സ് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. ഇനി ഈ ഡിഫ്യൂഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളും 2 ഏതൊക്കെയാണത്? സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസും തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. സോലുബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ അപേക്ഷിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണ്. എത്ര കൂടുതലാണ്? 20 to 25% കൂടുതലാണ്. സോ ഏറ്റവും നന്നായിട്ട് ഡിഫ്യൂഷൻ ചെയ്യുന്ന ആളാരായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തത് തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണ്. 1 മില്ലിമീറ്ററിനേക്കാൾ തിക്നെസ് കുറവാണ്. ആരൊക്കെയാണ് ആ തിക്നെസ്സിലുള്ളത്? ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോള, എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ ബ്ലഡ് വെസൽ, ബേസ്മെന്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എക്സ്ചേഞ്ചിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക. അടുത്തത് ട്രാൻസ്പോർട്ടാണ്. ഗ്യാസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്. ആദ്യം ഓക്സിജന്റെ ട്രാൻസ്പോർട്ടാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്സിജൻ 97% ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഹീമോഗ്ലോബിന്റെ കൂടെ ബാക്കി 3% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിസോൾവഡ് സ്റ്റേറ്റ് ഇൻ പ്ലാസ്മ. ശ്രദ്ധിക്കുക. 97% ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിന്റെ കൂടെ. 97% ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിന്റെ കൂടെയാണ്. ബാക്കി 3% നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണുന്നത്? അത് RBCയിലാണ് സാറേ കാണുന്നത്. ഈ RBCയിലുള്ള റെഡ് കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മ്യൂട്ട് ആണ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ. അതിടയിൽ ഒരു കോൾ ഒന്ന് കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട്. അപ്പൊ ഓക്സിജൻ 97% ഹീമോഗ്ലോബിന്റെ കൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 3% ഡിസോൾവഡ് സ്റ്റേറ്റ് ഇൻ പ്ലാസ്മ. അപ്പൊ നമ്മള് ബ്ലഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ബ്ലഡിലുള്ള
ഓക്സിജൻ പിന്നെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ RBCന്റെ ഉള്ളിലാണ് നമുക്കറിയാം. RBCയുടെ ഉള്ളിലുള്ള റെഡ് കളേർഡ് പിഗ്മെന്റ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹീമോഗ്ലോബിന് എന്താണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ? ഇയാളാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 97% നമ്മുടെ ഓക്സിജനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിലുള്ള RBCയിലുള്ള ഹീമോഗ്ലോബിനാണ്. ബാക്കി 3% പ്ലാസ്മ നിങ്ങൾ അങ്ങ് വിടൂ. ഈ ഹീമോഗ്ലോബിന്റെ കൂടെയുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കുക, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സെൻട്രൽ ഒരു അയൺ ഉണ്ട്. അറിയാലോ, നിങ്ങൾ കഴിഞ്ഞ ബോഡി ഫ്ലൂയിഡ് പഠിപ്പിച്ചാണ്. അപ്പൊ പഠിച്ചതാണ്. അപ്പൊ സെൻട്രൽ ഒരു അയൺ ഉണ്ട്. 4 ഭാഗത്തും ഓരോ ഹീം ഉണ്ട്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്താന്ന് ചോദിച്ചാൽ സെൻട്രൽ ഒരു അയൺ, 4 ഭാഗത്തും ഓരോ ഹീം. അപ്പൊ 4 ഹീമും ഒരു അയണും. അപ്പൊ ഒരു ഹീമിന് ഒരു ഓക്സിജനെ ക്യാരി ചെയ്യാം. അപ്പൊ ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജനെ ക്യാരി ചെയ്യാം? 4 എണ്ണം. കാരണം ഒരു ഹീമോഗ്ലോബിനിൽ 4 ഹീമും സെൻട്രൽ ഒരു അയണും. അപ്പൊ ഒരു ഹീമിന് ഒരു ഓക്സിജൻ. അപ്പൊ ഒരു ഹീമോഗ്ലോബിന് മൊത്തം 4 ഓക്സിജൻ. ഓക്കെ, ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജനെ ക്യാരി ചെയ്യാം. ഓക്കെ, ഒരു ഹീം എന്ന് പറയുന്നതിന് ഒരു ഓക്സിജൻ. ഒരു ഹീമോഗ്ലോബിനില് 4 ഹീം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും കുട്ടികൾക്ക് കിളി പോകുന്ന ഒരു സാധനമാണ് പറയുന്നത്. ഓക്സിജൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? ആൽവിയോളയിൽ നിന്നും ടിഷ്യൂവിലേക്കാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആൽവിയോളയിൽ നിന്ന് ടിഷ്യൂവിലേക്കാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓക്സിജൻ ആൽവിയോളയിൽ നിന്നും ടിഷ്യൂവിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ ആദ്യം ഈ ഹീമോഗ്ലോബിന്റെ കൂടെ ഇത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? പ്ലാസ്മന്റെ കൂടെ ഉള്ളത് നമ്മൾ പറയണ്ട, സിലബസിൽ ഇല്ല, അത് പഠിക്കുകയും വേണ്ട, ഇമ്പോർട്ടന്റും ഇല്ല. ശ്രദ്ധിക്കുക, ലിസൺ. ഈ ആൽവിയോളിൽ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടോ? ഹീമോഗ്ലോബിൻ ആൽവിയോളിൽ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഓക്സി ഹീമോഗ്ലോബിൻ മറക്കരുത്, ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ ആൽവിയോളിൽ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഈ പ്രോസസ്സ് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. അപ്പൊ ആൽവിയോളിൽ വെച്ച് ഹീമോഗ്ലോബിന്റെ കൂടെ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സാച്ചുറേഷൻ. അപ്പൊ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി ഈ സാധനം, ഈ ഓക്സി ഹീമോഗ്ലോബിൻ ബ്ലഡിലൂടെ പോയി ടിഷ്യൂവിലെത്തുമ്പോൾ തിരിച്ച് ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു. എന്നിട്ട് ആ ഓക്സിജനെ ടിഷ്യൂവിന് കൊടുക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ. ഓക്കെ, അപ്പോ വാട്ട് ഈസ് സാച്ചുറേഷൻ ആൻഡ് വാട്ട് ഈസ് ഡിസോസിയേഷൻ? സിമ്പിൾ. ആൽവിയോളയിൽ നിന്ന് ടിഷ്യൂവിലേക്കാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. ആൽവിയോളിൽ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിന്റെ കൂടെ കൂടിയിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. എന്നിട്ട് അത് ബ്ലഡിലൂടെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ടിഷ്യൂവിലെത്തുന്ന സമയത്ത് ഈ ഓക്സി ഹീമോഗ്ലോബിൻ തിരിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നത് ആൽവിയോളയിൽ. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേഷൻ. ഓക്കെ, ഇനി ഈ ഓക്സി ഹീമോഗ്ലോബിൻ ടിഷ്യൂവിൽ വെച്ചിട്ട് തിരിച്ചെന്തായി മാറുന്നു? ആ ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു. ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? ഡിസോസിയേഷൻ. ഓക്കെ, അപ്പോ സാച്ചുറേഷൻ, ഡിസോസിയേഷൻ. ഇത് വെറുതെ അങ്ങോട്ട് പഠിച്ചാൽ പോരാ. എങ്ങനെയാണ് സാച്ചുറേഷൻ നടക്കണമെങ്കിൽ നമുക്ക് 4 കണ്ടീഷൻസ് വേണം. 4 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ഓക്സി ഹീമോഗ്ലോബിനായി മാറുള്ളൂ. വാട്ട് ആർ ദാറ്റ് കണ്ടീഷൻസ്? ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ആൽവിയോളയില് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. ആൽവിയോളയിൽ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അറിയാത്ത 2 സാധനങ്ങൾ, ടെമ്പറേച്ചറും കുറവാണ്, H+ എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. എന്ന് വെച്ചാൽ pH കുറവാണ്. എവിടെ? ആൽവിയോളയിൽ. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ pH എന്ന് വിളിക്കുന്നത്. ആൽവിയോളയിൽ pH കുറവാണ്. H+ കോൺസെൻട്രേഷൻ കുറവാണ്.
ടെമ്പറേച്ചർ ആൽവിയോളിയിൽ കുറവാണ്. ഓർത്തിരിക്കുക, എളുപ്പത്തിൽ പഠിക്കാനുള്ള ഇത് എത്രയേ ഉള്ളൂ. ആൽവിയോളിയിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. ആ ഉണ്ടാവണമെങ്കിൽ 4 കണ്ടീഷൻ വേണം. അതില് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, ടെമ്പറേച്ചർ, H+, ഈ 4 സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരാൾ മാത്രം കൂടിയാൽ മതി, ബാക്കിയുള്ളവരൊക്കെ കുറയാണ് വേണ്ടത്. കൂടേണ്ട ആള് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം. അപ്പൊ ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ, ബാക്കിയുള്ളവരൊക്കെ കുറവ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. H+ പറഞ്ഞ pH ആണ് കുറവ്. H+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. ഇതൊക്കെ കുറവ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലും ഉള്ളപ്പോൾ ആൽവിയോളിൽ വെച്ചിട്ട് സാച്ചുറേഷൻ നടക്കും, അഥവാ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഓക്കെ, ഇനി ടിഷ്യൂവിൽ നടക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ തിരിച്ചായി. ടിഷ്യൂവിൽ എന്താ സംഭവിക്കുക? ടിഷ്യൂവിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്. അപ്പൊ ടിഷ്യൂവിൽ നേരെ തിരിച്ച്. ആൽവിയോളിൽ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രമേ കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ കുറവായിരുന്നു. ടിഷ്യൂവിൽ നേരെ തിരിച്ച്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം കുറവ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടിയപ്പോൾ സാച്ചുറേഷൻ ആണ് നടന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറഞ്ഞപ്പോൾ ഡിസോസിയേഷൻ ആണ് നടക്കുക. അപ്പൊ ടിഷ്യൂവിൽ ഡിസോസിയേഷൻ നടന്നിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനും ആയി മാറും. ഓക്കെ, അപ്പോ ഇതില് ഒരു വിഷയം എന്താ വെച്ചാല്, എൻട്രൻസിന് കുഴപ്പമില്ല, ബോർഡ് എക്സാമിന് കുട്ടികള് ഈ PO2 PCO2 എന്ന് എഴുതാറുണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ CBSE. PCO2 എന്ന് എഴുതാറുണ്ട്. അങ്ങനെ എഴുതരുത്, പാർഷ്യൽ പ്രഷർ എന്ന് തന്നെ എഴുതണം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തന്നെ എഴുതണം. PO2 PCO2 എന്ന് എഴുതിയാൽ അവർ തെറ്റിടും. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൽവിയോളിയിൽ വെച്ചിട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആൽവിയോളയിൽ നിന്നും ടിഷ്യൂവിലേക്കാണ്. ആൽവിയോളിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ജോയിൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ആ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിനെ സാച്ചുറേഷൻ എന്ന് വിളിക്കും. ആ സാച്ചുറേഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്സിജൻ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ഫോം ഡാഷ്, അതെന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെ? എൻട്രൻസ് ആവുമ്പോൾ ഈ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അത് കൂടുതൽ ഇത് കൂടുതലും ഒക്കെ പറയും. ഒന്നും ശ്രദ്ധിക്കണ്ട. സാച്ചുറേഷൻ നടക്കണമെങ്കിൽ ആൽവിയോളിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറും H+ഉം ടെമ്പറേച്ചറും ഒക്കെ കുറവ്. ഇനി ഡിസോസിയേഷൻ ആണ് നടക്കേണ്ടതെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം കുറവ്, ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ, H+ കൂടുതൽ. ഓക്കെ, ഇത് മാത്രം ഓർത്തിരിക്കുക. ഇനി ഒരു കർവ് ഉണ്ട്. ഈ കർവ് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോ ഈ കാണുന്ന കർവ്, ഈ കർവ് ചോദിക്കാത്ത ഒരു എക്സാമും ഇല്ല. ഇത് നിങ്ങൾ ഇപ്പോൾ ഈ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾ MBBS മെഡിക്കൽ കോഴ്സിന് പോകണം, MBBSന് പോകണം എല്ലാവരും, ഏതിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കർവ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ബേസ് ആണ് ഈ കർവിന്റെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കർവ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. എന്താണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഈ കാണുന്ന കർവ്. ഈ കർവിന്റെ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്, Y ആക്സിസിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജന്റെ കൂടെ ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യുന്നതാണ് Y ആക്സിസിൽ, എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, Y ആക്സിസിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി ഈ കർവിന്റെ ഷേപ്പ് ഇതൊരു സിഗ്മോയിഡ് കർവാണ്. ഇതൊരു സിഗ്മോയിഡ് കർവാണ്. ഓക്കെ, ഈ കർവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് വാട്ട് ഈസ് ദിസ് കർവ് എന്ന് ചോദിക്കും. ഈ കർവ് എന്താകുന്നു? ഇതൊരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആകുന്നു. ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഇതിന്റെ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, Y ആക്സിസിലോ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഈ കർവിന്റെ ഷേപ്പ് എന്താണ്? സിഗ്മോയിഡ് കർവാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കർവ് തന്നിട്ട് കർവിന്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. 2, എക്സിൽ എന്താണ്, വൈയിൽ എന്താണ്? എക്സിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, വൈയിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ കർവിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഈ കർവ് എന്തിനാണെന്നുള്ള ഈ കർവ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള സാച്ചുറേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെയും അതുപോലെ തന്നെ H+നെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ H+ഉം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും സാച്ചുറേഷനെയും ഡിസോസിയേഷനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുക. CBSE എക്സാമിന് ഇത്ര മതി. ഒന്നുകൂടി പറയാം, ഈ ഗ്രാഫ് തന്നിട്ട് സാധനം എന്താണ്? ഇതൊരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. 2, ഈ ഗ്രാഫിന്റെ എക്സിൽ എന്താണ്, വൈയിൽ എന്താണ്, അത് പറയാം. 3, ഈ ഗ്രാഫിന്റെ ഷേപ്പ് സിഗ്മോയിഡ്. 4, ഈ ഗ്രാഫിന്റെ യൂസ് എന്താണ്? ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഒരു ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള സാച്ചുറേഷനെയോ ഡിസോസിയേഷനെയോ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും മനസ്സിലാക്കാൻ പറ്റും. Okay, to study the effect of oxygen and carbon dioxide partial pressure for the formation of saturation of oxygen with hemoglobin. ഇതാണ് യൂസ്. പക്ഷെ എൻട്രൻസിന് അത് പോരാ, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഈ കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസിന് അത് പോരാ, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് എക്സ് ആക്സിസിൽ എടുക്കുന്നത്. ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നത് പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. എന്ന് വെച്ചാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്നുകൊണ്ട് എന്തോരം ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നത്. എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും ഈ കർവ് സിഗ്മോയിഡ് കർവാണ്. ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, വൈ ആക്സിസിൽ ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. ഈ കർവ് സിഗ്മോയിഡ് കർവാണ്. ഇത്രയും പഠിച്ചു. നിങ്ങൾ നോക്കുക, ഞാൻ ഈ വരച്ച പോയിന്റ്, ഈ മുകളിലുള്ള പോയിന്റ്, ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്, സംശയമൊന്നുമില്ലല്ലോ. ഈ മുകളിലുള്ള പോയിന്റിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നടക്കൽ സാച്ചുറേഷൻ ആയിരിക്കോ ഡിസോസിയേഷൻ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം സാച്ചുറേഷൻ ആണ്. കാരണം സാച്ചുറേഷൻ നടക്കണമെന്നുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. ബാക്കിയുള്ള അപ്പൊ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, അതായത് CO2 കുറവാണ്, H+ കുറവാണ്, ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കൽ എന്തായിരിക്കും? ഇത് സാച്ചുറേഷന്റെ പോയിന്റ്. ഈ പോയിന്റ് സാച്ചുറേഷൻ. ഓക്കെ, ഇനി ഞാൻ ഈ താഴെ ഒരു പോയിന്റ് വെച്ചു. ഈ താഴെ വെച്ച പോയിന്റിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ താഴെയുള്ള പോയിന്റ് കണ്ടോ, ഈ താഴെയുള്ള പോയിന്റിൽ PO2 കുറവായിരിക്കും. PO2 കുറവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ പിന്നെ നടക്കുക ഡിസോസിയേഷൻ ആയിരിക്കും. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ തിരിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനും ആയിട്ടാണ് മാറുക. ഓക്കെ, ഈ ഗ്രാഫിന്റെ മുകളിലുള്ള പോയിന്റ് വരച്ചാല് ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആക്കുക. അവിടെ ഓക്സിജൻ കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈ മുകളിൽ കൂടുതലാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ആൽവിയോള ആയിരിക്കും. നമ്മൾ പഠിച്ചത് ആൽവിയോളയാണ്. ആൽവിയോളിന് PO2 കൂടുതൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം ആ ഗ്രാഫ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. CO2 കുറവായിരിക്കും, H+ കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ സാച്ചുറേഷൻ ആയിരിക്കും നടക്കുക. ഈ താഴെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ നോക്കി, അവിടെ PO2 കുറവാണ്. PO2 കുറവാണെങ്കിൽ CO2 കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, H+ കൂടുതലായിരിക്കും. അത് ആൽവിയോളല്ല, അത് ടിഷ്യൂ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതല്ലാത്തൊരു കാര്യം കൂടി, ഞാൻ ഈ ഗ്രാഫിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഗ്രാഫ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ നിന്നിരുന്ന ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. ഗ്രാഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റഡ് ഇൻടു റൈറ്റ്. ഒന്നായിട്ട് ശ്രദ്ധിക്കുക, അതൊന്നും NCERT നോക്കിയാൽ കിട്ടൂല. ഗ്രാഫ് ഷിഫ്റ്റഡ് ഇൻടു റൈറ്റ്. ഷിഫ്റ്റഡ് ഇൻടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഗ്രാഫ് താഴോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
നമ്മൾ വൈ ആക്സിസ് കുറച്ചു എന്നാണ്. കണ്ടോ, വൈ ആക്സിസ് കുറഞ്ഞു. വൈ ആക്സിസ് കുറയാന്ന് പറയുമ്പോൾ വൈ ആക്സിസ് എന്താണ്? സാച്ചുറേഷൻ ആണ്. അപ്പൊ സാച്ചുറേഷൻ കുറഞ്ഞു. സാച്ചുറേഷൻ കുറയണമെങ്കിൽ പിന്നെ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? ഡിസോസിയേഷൻ ആയിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഡിസോസിയേഷൻ നടക്കണമെങ്കിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ടാവും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഗ്രാഫ് റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വൈ ആക്സിസ് കുറയുക. വൈ ആക്സിസ് കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുക, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക, ടെമ്പറേച്ചർ കൂടുക, H+ കോൺസെൻട്രേഷൻ കൂടുക. എൻട്രൻസ് പോയിന്റ് ആണ് പ്യൂർലി. നന്നായിട്ട് ശ്രദ്ധിക്കുക. വെൻ സിഗ്മോയിഡ് കർവ് ഷിഫ്റ്റഡ് ഇൻ ടു റൈറ്റ്, ദാറ്റ് മീൻസ് വി ഡിക്രീസ്ഡ് വൈ ആക്സിസ്. വൈ ആക്സിസ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്തോ ഒരു കാരണത്താൽ ഡിക്രീസ് ആയി. അപ്പോൾ അവിടെ നടക്കുന്നത് പിന്നെ ഡിസോസിയേഷൻ ആയിരിക്കും. ഡിസോസിയേഷൻ ആണ് അവിടെ നടക്കുക. എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. ഫോർ ദ എക്സാമ്പിൾ, അയാള് ഒരു ആൾട്ടിറ്റ്യൂഡ്, ഒരു ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഒരു എവറസ്റ്റ് കയറുകയാണെന്ന് വിചാരിക്കുക. എവറസ്റ്റ് കയറി മുകളിലോട്ട് പോകുന്തോറും, ആൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് പോകുന്തോറും അയാളുടെ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയും. അപ്പൊ പിന്നെ അയാൾ മുകളിലോട്ട് പോകുന്തോറും അയാളുടെ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക? അയാളുടെ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷിഫ്റ്റ് ചെയ്ത് സാച്ചുറേഷൻ ഇല്ലാത്തൊരവസ്ഥ എത്തും. അപ്പോഴാണ് അയാൾ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇയാള് ഇങ്ങോട്ട് ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, മുകളിലോട്ട് ഇപ്പുറത്തോട്ട് പോയി ലെഫ്റ്റിലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളുടെ വൈ ആക്സിസ് കൂടി എന്ന് വെച്ചാൽ അയാളുടെ സാച്ചുറേഷൻ കൂടി, സാച്ചുറേഷൻ കൂടുതലാണ്. സാച്ചുറേഷൻ കൂടി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടി, ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡും H+ ടെമ്പറേച്ചറും കുറഞ്ഞു. ഓക്കെ, ഇത് ചോദിക്കും. When a graph shifted into right, graph shifted into right means ഇയാളുടെ വൈ ആക്സിസ് കുറഞ്ഞു. വൈ ആക്സിസ് കുറയാന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ കുറഞ്ഞു. സാച്ചുറേഷൻ കുറയാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് ഡിസോസിയേഷൻ ആണ്. ഡിസോസിയേഷൻ നടക്കണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്തായിരിക്കും? ഇയാൾ ഒരു ആൾട്ടിറ്റ്യൂഡ് കയറിയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ മരിക്കാൻ പോവുകയായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ് ഓക്സിജന്റെ, അപ്പൊ സാച്ചുറേഷൻ കൂടുതലാണ്. അപ്പൊ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് ആയിട്ട് നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യാം. ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് രണ്ട് രീതിയിൽ. 97% ഹീമോഗ്ലോബിന്റെ കൂടെ, ബാക്കി 3% പ്ലാസ്മയുടെ കൂടെ. ഹീമോഗ്ലോബിന്റെ കൂടെ പോകുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവണം. ടിഷ്യൂവിൽ എത്തുമ്പോൾ നേരെ തിരിച്ചു നടക്കണം. അതിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടറുകൾ വേണം. ഇത്രയാണ് അതിൽ പഠിക്കാറുള്ളത്. പിന്നെ ആ കർവ്, അതിന് സിഗ്മോയിഡ് കർവാണ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്താണ്, എക്സിൽ എന്താണ്, വൈയിൽ എന്താണ്, റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ്, ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ്, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത സാധനം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് 3 രീതിയിലാണ്. 70% ബൈകാർബണേറ്റ് ആയിട്ടാണ്. ബൈകാർബണേറ്റ്. 20 to 25% ഹീമോഗ്ലോബിന്റെ കൂടെയാണ്. ബാക്കി 7% പ്ലാസ്മയുടെ കൂടെയാണ്. ഇയാള് 70% കാർബൺ ഡൈ ഓക്സൈഡും ബൈകാർബണേറ്റിന്റെ കൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 20 to 25% ഇയാള് ഹീമോഗ്ലോബിന്റെ കൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി 7% ഇയാള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്ലാസ്മന്റെ കൂടെയാണ്. ഓക്കെ, ഇത് പഠിക്കുക. 70% ഇയാള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റിന്റെ കൂടെ. 20 to 25% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിന്റെ കൂടെ. നേരത്തെ ഓക്സിജന്റെ പറഞ്ഞ പോലെ തന്നെ 7% പ്ലാസ്മന്റെ കൂടെ. അപ്പൊ ഈ ബൈകാർബണേറ്റിന്റെ കൂടെയുള്ള ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കാറുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ബൈകാർബണേറ്റിന്റെ കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ടിഷ്യൂവിൽ നിന്നും ആൽവിയോളയിലേക്ക്. ടിഷ്യൂവിൽ നിന്നും ആൽവിയോളയിലേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രയാണം. അപ്പൊ എങ്ങനെയാണ് ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോവുക എന്നുള്ളതാണ്. അപ്പോ ഇത് നിങ്ങളുടെ RBC ആണ്.
ഇത് നിങ്ങളുടെ RBC ആണ്, റെഡ് ബ്ലഡ് സെല്ലാണ്. ഇത് ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക. ടിഷ്യൂ, ഈ ടിഷ്യൂവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ RBCയിലേക്ക് കയറിപ്പോകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങളുടെ ഇതിലുള്ള RBCയിലുള്ള വെള്ളം H2O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് H2CO3 ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡും H2Oയും ജോയിൻ ചെയ്താൽ H2CO3 ഉണ്ടാവും. ഇതിന് സഹായിക്കുന്ന ആസിഡ് ഉണ്ട്, അതിന്റെ പേരാണ് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. സോറി, ആസിഡ് അല്ല, എൻസൈം. ഉണ്ടാവുന്ന സാധനത്തിന്റെ പേരാണ് കാർബോണിക് ആസിഡ്. ഇത് വളരെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ +2 കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള സാധനമാണ് ഇത്. അതുകൊണ്ട് മറക്കണ്ട. കാർബൺ ഡൈ ഓക്സൈഡ് RBCയുടെ അകത്തോട്ട് കയറും. ടിഷ്യൂവിൽ നിന്ന് ആൽവിയോളയിലേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. ടിഷ്യൂവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലോട്ട് കയറും. RBCയിൽ വെച്ചിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബോണിക് ആസിഡ്. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ചോദിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ അടിയിലോട്ട് വരാ, ഈ കാർബോണിക് ആസിഡിന്റെ അവിടെ ഡാഷും ഇവിടെ ഡാഷും, എന്നിട്ട് അത് ഇങ്ങോട്ട് മാറ്റി മറിച്ചും ഒക്കെ ഓപ്ഷൻ തരും. ഒന്നുമില്ല, ഈ ഡാഷ് അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേര് കാർബോണിക് അൺഹൈഡ്രേസ്. ഉണ്ടാവുന്ന സാധനത്തിന്റെ പേര് കാർബോണിക് ആസിഡ്. ഉണ്ടായ ഉടനെ തന്നെ ഈ കാർബോണിക് ആസിഡ് ആണ് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് H+ഉം HCO3 ആയിട്ട് മാറും. H+ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജൻ അയോണാണ്. ഈ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സമയത്താണ് കൂടുക എന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ഓക്സിജന്റെ സാച്ചുറേഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചു H+ന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷൻ കുറയും. അതിന്റെ കാരണം H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഈ HCO3 എന്ന സാധനത്തിനെയാണ് നമ്മൾ ബൈകാർബണേറ്റ് എന്ന് വിളിക്കുന്നത്. ബൈകാർബണേറ്റ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബോർഡിൽ വരച്ചിട്ടുള്ളത്. അപ്പൊ ടിഷ്യൂവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലേക്ക് കയറും. ആ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. അതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് കാർബോണിക് അൺഹൈഡ്രേസ്. ഇനി ഈ കാർബോണിക് ആസിഡ് ഉണ്ടായ ഉടനെ തന്നെ H+ഉം HCO3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. H+ ഇവിടെ കൂടുന്നത് കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നതും ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കാത്തതും. ഈ ഉണ്ടാവുന്ന ബൈകാർബണേറ്റ്, ഇതാണ് ബൈകാർബണേറ്റ്. ഓക്കെ, ഇതിങ്ങനെ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ നിന്ന് അങ്ങോട്ട്? ടിഷ്യൂവിൽ നിന്നും ആൽവിയോളയിലേക്ക്. ആൽവിയോളയിൽ എത്തുമ്പോൾ ഈ പ്രോസസ്സ് നേരെ തിരിച്ചു നടക്കും. ഈ H+ഉം HCO3യും തിരിച്ചെന്തായി മാറും? കാർബോണിക് ആസിഡായി മാറും. പിന്നെ അതെന്തായി മാറും? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായി മാറും. ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് പോകും? ആ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് കയറും. അനന്തരം അത് അന്തരീക്ഷത്തിലേക്ക് ആൽവിയോളയിൽ നിന്ന് പുറത്തോട്ട് പോകും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂവിൽ നിന്നും RBCയിലേക്ക് കയറും. ആ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും, H2CO3. അതിന് സഹായിക്കുന്ന എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ്. ഈ കാർബോണിക് ആസിഡ് ഉടനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ഉം HCO3 ആയി മാറും. HCO3 എന്ന സാധനമാണ് ബൈകാർബണേറ്റ്. ഇവിടെ H+ ഉണ്ടാവുന്നത് കൊണ്ടാണ് H+ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്. അപ്പൊ H+ന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവിടെ ഓക്സിജന്റെ സാച്ചുറേഷൻ നടക്കൂല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്. ഇനി ഇയാള് തിരിച്ച് ടിഷ്യൂവിൽ എത്തുന്ന സമയത്ത് ഈ പ്രോസസ്സ് നേരെ തിരിച്ചു നടക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 70% കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റിന്റെ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് 20 മുതൽ 25% ഹീമോഗ്ലോബിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ സാറേ നേരത്തെ ഓക്സിജൻ ഹീമോഗ്ലോബിന്റെ കൂടെ കൂടി ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ടെമ്പറേച്ചറും H+ഉം കുറവുമാകാം. പക്ഷെ ടിഷ്യൂവിൽ നിങ്ങൾക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവ്, പാർഷ്യൽ പ്രഷർ ഓഫ് ടെമ്പറേച്ചർ കൂടുതൽ, H+ കൂടുതൽ. അപ്പൊ ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായതുകൊണ്ട് ഹീമോഗ്ലോബിന് കൂടുതൽ ഇഷ്ടം ഓക്സിജനോടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിനോടായിരിക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കാർബമിനോ ഹീമോഗ്ലോബിൻ.
അത് പിന്നെ ആൽവിയോളിൽ ചെന്നിട്ട് ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഹീമോഗ്ലോബിൻ ആവുന്നു, ആൽവിയോളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കയറിപ്പോകും. ഇതിൽ ഇത്ര പഠിക്കേണ്ടത്, ഓക്സിജനും ഹീമോഗ്ലോബിനും ജോയിൻ ചെയ്താൽ ഓക്സി ഹീമോഗ്ലോബിൻ, കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്നാൽ കാർബമിനോ ഹീമോഗ്ലോബിൻ, കാർബ അമിനോ ഹീമോഗ്ലോബിൻ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധനമുണ്ട്. നമ്മളെ സിഗരറ്റ് സ്മോക്കറിനെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലിക്കുമ്പോൾ അതിന് കാർബൺ മോണോക്സൈഡ് CO, കാർബൺ മോണോക്സൈഡ് ആണ് സിഗരറ്റിലുള്ളത്. ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഇത് വിഷമാണ്, ഇത് ടോക്സിക് ആണ്, കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ മൂന്നെണ്ണം എൻട്രൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജനും ഹീമോഗ്ലോബിനും ഓക്സി ഹീമോഗ്ലോബിൻ, കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിൻ, കാർബമിനോ ഹീമോഗ്ലോബിൻ, കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി ഓക്സി ഹീമോഗ്ലോബിൻ എവിടെ നിന്ന് അങ്ങോട്ട്? ആൽവിയോളിൽ നിന്ന് ടിഷ്യൂവിലേക്ക്. കാർബമിനോ ഹീമോഗ്ലോബിൻ എവിടെ നിന്ന് അങ്ങോട്ട്? ടിഷ്യൂവിൽ നിന്നും ആൽവിയോളയിലേക്ക്. കാർബോക്സി ഹീമോഗ്ലോബിൻ പിന്നെ നിങ്ങളുടെ ലങ്സിൽ നിൽക്കും. അത് നിങ്ങളുടെ ട്രാൻസ്പോർട്ടിനെ ബാധിക്കും. കാരണം ഹീമോഗ്ലോബിനൊക്കെ ഈ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവുമായിട്ട് കൂടി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിനാവും. അപ്പൊ പിന്നെ ഹീമോഗ്ലോബിന് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റൂല. സിഗരറ്റ് സ്മോക്കറിന് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് റിയാക്ട് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പൊ പിന്നെ ഹീമോഗ്ലോബിൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റൂല? ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇയാൾക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കൂല. ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടന്നില്ലെങ്കിൽ ഇയാളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഇയാൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് മാറും. അതാണ് സിഗരറ്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഇനി ഇതിലൊരു ജനറൽ കാര്യം പറയാനുള്ളത്, 100 ml ഓഫ് ബ്ലഡിൽ 5 ml ഓക്സിജൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. 100 ml ഓഫ് ബ്ലഡിൽ 5 ml ഓഫ് ഓക്സിജൻ. 100 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 100 ml ഓഫ് ബ്ലഡിൽ 4 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. 100 ml ഓഫ് ബ്ലഡിൽ 5 ml ഓഫ് ഓക്സിജനും 100 ml ഓഫ് ബ്ലഡിൽ 4 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടിൽ പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്പോർട്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ചാപ്റ്റർ ഇപ്പൊ തീരും, വളരെ ശ്രദ്ധിക്കുക. തീർത്താൽ 9:30 ആകുമ്പോഴേക്കും തീർക്കാം. ശ്രദ്ധിക്കുക. റെഗുലേഷൻ. നമ്മൾ ഇത്രയും പഠിച്ചത് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിന്റെ റെഗുലേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇനി പറയാനുള്ളത്. ഓക്കെ, റെഗുലേഷൻ ഒന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ നല്ല ഒരു എന്താ പറയുക, ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലത്ത് പോയി. നമുക്കറിയാം നല്ല മരങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല ഫോട്ടോസിന്തസിസ് ഉണ്ടാവും, നല്ല ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമോ? നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ നിങ്ങൾ ഒരു മരുഭൂമിയിൽ ചെന്നു, അപ്പോൾ അവിടെ ഓക്സിജൻ കുറവാണ്. അപ്പൊ നമ്മൾ കുറച്ച് ശ്വസിച്ചേക്കാം എന്ന് വിചാരിച്ച് വളരെ കുറച്ച് ശ്വസിക്കുമോ? ഇല്ല. അപ്പൊ ഓക്സിജൻ ഉണ്ട് കൂടുതൽ എന്ന് കരുതി നമ്മൾ ഒരുപാട് ബ്രീത്ത് ചെയ്യുന്നില്ല. ഓക്സിജൻ ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ബ്രീത്ത് ചെയ്യാതെയും ഇരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരല്ല? ഓക്സിജൻ അല്ല. ഒരിക്കലും മറക്കരുത്. എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഇതിൽ NCERT ഒന്നും ഇല്ല. നമ്മൾ ഒരു കോമൺ സെൻസ് ആണ്. നമ്മൾ ഒരുപാട് ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ചെന്നു എന്ന് വിചാരിച്ച് ഒരുപാട് ശ്വസിക്കുന്നില്ല. ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബ്രീത്തും ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ഓക്സിജന്റെ എമൗണ്ട് അല്ല. ഓക്സിജന്റെ എമൗണ്ടിന് ബ്രീത്തിങ്ങിന്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു റോളും ഇല്ല. അത് തലയിലോട്ട് കയറി. ഇനി അടുത്തത്, പിന്നെ ആരാണ് പിന്നെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് റെഗുലേറ്റ്? ഡിമാൻഡ് ഓഫ് യുവർ ബോഡി. ഡിമാൻഡ്
നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യും. ഒരു പണി എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് നോർമൽ ആയിരിക്കും. കിടന്നുറങ്ങുമ്പോൾ ബോഡിക്ക് ഒരു ഡിമാൻഡും ഇല്ല, വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ബ്രീത്തിങ് റേറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ഡിമാൻഡ് ഓഫ് യുവർ ബോഡി, നോട്ട് എമൗണ്ട് ഓഫ് ഓക്സിജൻ. എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന്റെ റെഗുലേഷനിൽ ഓക്സിജന്റെ അളവിന് ഒരു റോളും ഇല്ല. റെഗുലേറ്റഡ് ബൈ ഡിമാൻഡ് ഓഫ് യുവർ ബോഡി. ഇനി ബോഡിക്ക് ഡിമാൻഡ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് സെന്ററുകളൊക്കെ ഉണ്ട്. ഒരാളെ നിങ്ങൾ ഈ സിനിമയിലൊക്കെ എപ്പോഴും കാണും, ഒരാളുടെ തല ഇങ്ങനെ ബാക്കിൽ ഇടിച്ചാല് എപ്പോഴും പെട്ടെന്ന് അങ്ങ് മരിക്കും. ചുമ്മാ അറിയാതൊക്കെ അങ്ങ് കാല് തട്ടി ബാക്ക് ഇടിച്ചതായിരിക്കും, മരിക്കും. അതിന്റെ കാരണം നിങ്ങളുടെ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ സെന്റർ ഇവിടെയാണ് കിടക്കുന്നത്. അയാളുടെ പേര് മെഡുല്ല. മെഡുല്ല മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന അയാൾ തന്നെയാണ്. അപ്പൊ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്ന സെന്റർ ബ്രെയിനിലുള്ള മെഡുല്ലയാണ്. ആ മെഡുല്ലയിലുള്ള സെന്ററിന്റെ പേരാണ് റെസ്പിറേറ്ററി റിഥം സെന്റർ. റിഥം എന്ന് പറഞ്ഞാൽ താളം. റെസ്പിറേഷന്റെ താളം, ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ, ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ. ഇത് താളാണല്ലോ. അപ്പൊ ഒരാള് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ, ആ റിഥം റെഗുലേറ്റ് ചെയ്യുന്ന സെന്റർ ബ്രെയിനിന്റെ മെഡുല്ലയിലാണ്. ആ സെന്ററിന്റെ പേര് റെസ്പിറേറ്ററി റിഥം സെന്റർ. ഓക്കെ, അതാണ് ഈ ബാക്കില് മെഡുല്ലയില് ഈ ഭാഗത്ത് നമ്മുടെ സ്കള്ളും കുറവാണ്. അപ്പൊ ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മെഡുല്ല തകരും. മെഡുല്ല തകർന്നാൽ പിന്നെ ശ്വാസം അകത്തോട്ട് കയറൂല, പെട്ടെന്ന് മരിക്കും. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി റിഥം സെന്റർ മെഡുല്ലയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി മെഡുല്ലയുടെ, ഇപ്പൊ ഇത് ബ്രെയിൻ ആണെങ്കിൽ, ഇപ്പൊ ഒരാളുടെ ബ്രെയിൻ ആണെങ്കിൽ ഈ മെഡുല്ല ഇവിടെയാണ്. ഓക്കെ, ഈ മെഡുല്ലയിലാണ് ഞാൻ ഈ പറഞ്ഞ റെസ്പിറേറ്ററി റിഥം സെന്റർ ഉള്ളത്. ഈ മെഡുല്ലയുടെ തൊട്ട് മുകളിലുള്ള ഈ സ്ഥലത്തിനെയാണ് നമ്മൾ പോൺസ് എന്ന് വിളിക്കുക. പോൺസ്. പോൺസിൽ വേറൊരു സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ പേരാണ് ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ. അപ്പൊ പോൺസിലുള്ള സെന്ററിന്റെ പേര് ന്യൂമോടാക്സിക് സെന്റർ. മെഡുല്ലയിലുള്ള സെന്ററിന്റെ പേര് റെസ്പിറേറ്ററി റിഥം സെന്റർ. മെഡുല്ലയിലുള്ള റെസ്പിറേറ്ററി റിഥം സെന്റർ ആണ് നിങ്ങളുടെ റെസ്പിറേഷന്റെ താളം നിയന്ത്രിക്കുന്നത്. ഈ റെസ്പിറേറ്ററി റിഥം സെന്ററിനെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് ന്യൂമോടാക്സിക് സെന്റർ. അത് പി സ്റ്റാർട്ടിങ്ങിൽ സൈലന്റ് ആണ്. അയാൾ പി എന്നുള്ളത് പോൺസ്. പോൺസിലുള്ള ന്യൂമോടാക്സിക് സെന്റർ പി. അത് തന്നെ കൺഫ്യൂഷൻ വരില്ല. റെസ്പിറേറ്ററി റിഥം സെന്റർ മെഡുല്ല. ഈ ബാക്കിലുള്ളത് മെഡുല്ലയാണെന്ന് എല്ലാവർക്കും പറയാം. അപ്പൊ റെസ്പിറേറ്ററി റിഥം സെന്റർ മെഡുല്ല, അയാളാണ് റിഥം സെന്റർ റെഗുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ പോൺസ്. പോൺസിലുള്ള സെന്റർ പി, ന്യൂമോടാക്സിക് സെന്റർ. അയാളാണ് റെസ്പിറേറ്ററി റിഥം സെന്ററിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇയാൾക്ക് ന്യൂമോടാക്സിക് സെന്ററിനുള്ള ഒരു കഴിവ്, അയാൾക്ക് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ കുറക്കാനുള്ള കഴിവുണ്ട്. അതായത് ഇത് കുറച്ചിട്ട് ആ ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ വാരി ചെയ്യാനുള്ള കഴിവ് ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്. ഹി ക്യാൻ ആൾട്ടർ ദ റെസ്പിറേഷൻ ബൈ ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ആര്? ന്യൂമോടാക്സിക് സെന്റർ. അയാൾ എവിടെയുള്ളത്? അയാൾ പോൺസിലാണുള്ളത്. ഓക്കെ, ഇനി മെഡുല്ലയിൽ തന്നെ വേറെ സെന്റർ ഉണ്ട്. അതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. കീമോ സെൻസിറ്റീവ് ഏരിയ. മെഡുല്ലയിൽ തന്നെയുള്ള വേറൊരു സെന്റർ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഈ കീമോ സെൻസിറ്റീവ്, ഇയാൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇയാൾ ആർക്കാണ് സെൻസിറ്റീവ്? H+നും കാർബൺ ഡൈ ഓക്സൈഡ്. H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ രണ്ട് സാധനങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. മെഡുല്ലയിൽ തന്നെയുള്ള രണ്ടാമത്തെ സെന്റർ ആയ കീമോ സെൻസിറ്റീവ് ഏരിയ. അപ്പൊ നിങ്ങളുടെ ബ്ലഡില് ഈ പറയുന്ന H+ഓ കാർബൺ ഡൈ ഓക്സൈഡോ കൂടിയാൽ അത് കുറക്കാൻ ആര് ശ്രമിക്കും? ഈ പറയുന്ന മെഡുല്ലയിലുള്ള കീമോ സെൻസിറ്റീവ് ഏരിയ ശ്രമിക്കും. കീമോ സെൻസിറ്റീവ് ഏരിയ വെരി സെൻസിറ്റീവ് ടു H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അത്ര പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ H+ഉം കാർബൺ ഡൈ ഓക്സൈഡും കൂടി എന്ന് ഈ മെഡുല്ലയിലുള്ള കീമോ സെൻസിറ്റീവ് എങ്ങനെ അറിയാം? അതിന് നമുക്ക് റിസപ്റ്ററുകൾ ഉണ്ട്. അത് അവനെ അറിയിക്കാനുള്ള റിസപ്റ്ററുകളാണ് കരോട്ടിഡ് ആർച്ചും അയോട്ടിക് ആർച്ചും. കരോട്ടിഡ് ആർച്ച് എന്ന് പഠിക്കണ്ട, കരോട്ടിഡ് ആർട്ടറി എന്ന് പഠിച്ചാൽ മതി. അയോട്ടിക് ആർച്ചും. അയോട്ട നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബോഡി ഫ്ലൂയിഡിൽ പഠിച്ചു. അയോട്ട ബ്ലഡിൽ നിന്ന് ടിഷ്യൂയിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ്, ആർട്ടറിയാണ്. അപ്പൊ ഈ അയോട്ടയില് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡോ H+ഓ കൂടി എന്ന് മനസ്സിലാക്കിയാൽ ഈ റിസപ്റ്റർ ആർക്ക് സിഗ്നൽ കൊടുക്കും?
കീമോ സെൻസിറ്റീവ് ഏരിയയിലേക്ക് സിഗ്നൽ കൊടുക്കും. അയാൾ ആ കാർബൺ ഡൈ ഓക്സൈഡിനെയും H+നെയും പുറന്തള്ളാൻ ശ്രമിക്കും. അപ്പൊ എന്തിനാണ് സാറേ അങ്ങനെ ഒരു സംവിധാനം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ നമ്മൾ മരിച്ചു പോകും. H+ കൂടിയാൽ pH കൂടും, ആസിഡിറ്റി കൂടും. അപ്പൊ ബ്ലഡിൽ pH H+ കൂടുന്നുണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സെന്ററിന്റെ പേര് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇയാൾ എവിടെ കിടക്കുന്നു? ഇയാൾ മെഡുല്ലയിലുണ്ട്. ഇയാൾക്ക് സിഗ്നൽ കൊടുക്കുന്നത് റിസപ്റ്റർ. ആ റിസപ്റ്ററുകൾ എവിടെയൊക്കെയാണ്? കരോട്ടിഡ് ആർട്ടറിയിലും അയോട്ടിക് ആർച്ചറിലും. അയോട്ടിക് ആർച്ചറി ലൊക്കേഷൻ മനസ്സിലായി. കരോട്ടിഡ് ആർട്ടറി ഇവിടെയാണ്. എന്താ നമ്മളെ ഈ പ്രോമിനന്റ് ഈ ആഡംസ് ആപ്പിൾ ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് ഇങ്ങനെ സൈഡിലോട്ട് ഇതാക്കി മുകളിലോട്ട് ഒരു പ്രസ് കൊടുക്കുക. അപ്പൊ നമുക്ക് പൾസ് കിട്ടും. അതാണ് കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, ഒരാൾ മരിച്ചോ നോക്കുന്നത് ഇവിടെ പിടിച്ചിട്ടാണ്, അല്ലാതെ ഇവിടെ പിടിച്ചാൽ പൾസ് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് കരോട്ടിഡ്. അപ്പൊ ഈ കരോട്ടിഡ് ആർട്ടറിമലും അയോട്ടിക് ആർച്ചറിമലുമാണ് റിസപ്റ്റർ ഉള്ളത്. ഈ റിസപ്റ്റർ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയയിലേക്ക് H+ കൂടിയോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയോ എന്ന് സിഗ്നൽ കൊടുക്കുന്നത്. Let me conclude. Regulation of breathing is not controlled by the amount of oxygen. It is regulated by demand of your body. First point. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് NCERT-ൽ ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, മെയിൻ സെന്റർ മെഡുല്ലയില്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അയാള് റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട്. ഇയാളാണ് റെസ്പിറേഷന്റെ റിതം നിയന്ത്രിക്കുന്നത്. അതിന് തൊട്ട് മുകളിലുള്ള പോൺസിൽ ഒരു സെന്റർ ഉണ്ട്. പോൺസിലുള്ള സെന്ററിന്റെ പേര് ന്യൂമോടാക്സിക് സെന്റർ. ഈ ന്യൂമോടാക്സിക് സെന്റർ ആണ് റെസ്പിറേറ്ററി റിതം സെന്ററിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ കുറക്കാനുള്ള കഴിവുണ്ട്. മൂന്നാമത്തെ സെന്ററിന്റെ പേര് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇയാൾ വെരി സെൻസിറ്റീവ് ടു H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അയാൾ മെഡുല്ലയിൽ തന്നെ. അയാൾക്ക് സിഗ്നൽ കൊടുക്കുന്ന രണ്ട് റിസപ്റ്ററുകൾ കരോട്ടിഡ് ആർട്ടറിയും അയോട്ടിക് ആർച്ചും. ഇത്രയും പഠിച്ചാണ് റെഗുലേഷനിൽ. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിക്കുക എൻട്രൻസിൽ ഓപ്ഷൻ ഓക്സിജൻ ഡസ് നോട്ട് ഹാവ് എനി റോൾ, ഓക്സിജൻ ഹാവ് റോൾ, റെഗുലേറ്റഡ് ബൈ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വരും. അതിലൊന്നും കൺഫ്യൂഷൻ വരും. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സാധനമാണ് പറയാൻ കഴിയുന്നത്. ഒന്നുമല്ല, അസുഖങ്ങൾ, ഡിസോർഡർ. ഏതൊരു ചാപ്റ്ററിന്റെയും ഫിസിയോളജിയിലെ ഏത് ചാപ്റ്ററിന്റെയും അവസാനം ഡിസോർഡർ ആയിരിക്കും. ഡിസോർഡർ 3 അസുഖങ്ങളെ ഉള്ളൂ. ഒന്ന് ആസ്മ, എല്ലാവർക്കും അറിയാം ആസ്മ. രണ്ടാമത്തത് എംഫിസീമ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, എംഫിസീമ. ഇപ്പൊ NCERT ഇപ്പൊ ബോർഡ് എക്സാമിൽ കേരള സിലബസിൽ പ്രത്യേകിച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എംഫിസീമ പറയുമ്പോൾ എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്? ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഇനി ഒന്നാമത്തെ ഫ്ലൂട്ട് ആസ്മ കേട്ടാ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആസ്മയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആസ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെ ഈ ബ്രോങ്കസ്, ബ്രോങ്കിയോള് പറയുന്ന സാധനങ്ങൾ, ഈ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കയ്ക്ക് ഉണ്ടാവുന്ന പഴുപ്പ്, ഇൻഫ്ലമേഷൻ ആണ് ആസ്മ. അപ്പോ ഈ അലർജിയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ബ്രോങ്കയിൽ എന്ത് ചെയ്യുക, കഫം വന്ന് നിറയുക. ഓക്കെ, ഈ കഫം വന്ന് നിറഞ്ഞിട്ട് ബ്രോങ്ക് അങ്ങ് അടയും. ബ്രോങ്കിയോളൊക്കെ അടഞ്ഞാൽ എന്താ, ഓക്സിജൻ കയറി അല്ലെങ്കിൽ എയർ കയറി ഇവിടെ വന്ന് നിൽക്കും. ഇതിന് അപ്പുറത്തോട്ട് പോയിട്ട് ഇയാൾ കഷ്ടപ്പെട്ട് വലിക്കും. അപ്പൊ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് മറക്കരുത്, വീസിങ്. അപ്പൊ എന്ന് പറയുന്ന ആ സൗണ്ടിനെയാണ് നമ്മൾ വീസിങ് എന്ന് പറയാം. 2 പോയിന്റ് ആസ്മയില്, 2 പോയിന്റ്. നമ്പർ 1 ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കെ, നമ്പർ 2 വീസിങ് സൗണ്ട്. ഓക്കെ, നമ്പർ 1 ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കെ, നമ്പർ 2 പിന്നെന്താണ്, വീസിങ് സൗണ്ട്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത അസുഖം. ഇതെന്താ ഓരോരുത്തർ സ്മൈലി അയച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ സാധനം ഇപ്പൊ നിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് കഴിഞ്ഞു, ഈ അസുഖം കഴിഞ്ഞാൽ. രണ്ടാമത് എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ പറയാനാണ്. സിഗരറ്റ് സ്മോക്കേഴ്സിന് ഉണ്ടാകുന്ന അസുഖമാണ് എംഫിസീമ. എംഫിസീമ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ വലിക്കുന്ന സിഗരറ്റിന്റെ ടാറ് വന്നിട്ട്, സിഗരറ്റിൽ കാർബൺ ഉണ്ട് നിങ്ങൾക്കറിയാം, ഏത് സാധനം കത്തിയാലും കാർബൺ ഉണ്ടാവും, എത്ര ഫിൽറ്റർ ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് അകത്തോട്ട് പോയിട്ട് നിങ്ങളുടെ ഈ ആൽവിയോളയുടെ ലെയർ അങ്ങ് അടയും. അപ്പൊ എന്ത് ചെയ്യില്ല, ആൽവിയോളിന്റെ സ്ക്വാമസ് എപ്പിത്തീലിയം വളരെ തിന്നാണ്, നമ്മൾ പഠിച്ചു, 1 മില്ലിമീറ്ററിനേക്കാൾ തിക്നെസ് കുറവ്. അപ്പൊ ഓക്സിജൻ അകത്തോട്ട് കയറില്ല, അപ്പോ എക്സ്ചേഞ്ച് നടക്കൂല. ആ അസുഖമാണ് എംഫിസീമ.
സിഗരറ്റ് സ്മോക്കറിന് ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര്, റെസ്പിറേറ്ററി അസുഖത്തിന്റെ പേര് എംഫിസീമ. എക്സ്ചേഞ്ച് സർഫസ് റെഡ്യൂസ് ചെയ്യുക എന്ന് 2 പോയിന്റ് പഠിക്കുക. അപ്പോ എക്സ്ചേഞ്ച് സർഫസ് കുറയുന്ന അസുഖമാണ് ഇത്. അതുപോലെ തന്നെ എംഫിസീമ സിഗരറ്റ് സ്മോക്കറിന് ഉണ്ടാകുന്ന അസുഖം. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ, ഓക്കെ, ORD, ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. നമ്മുടെ സൊസൈറ്റി തീരെ ഡിസ്കസ് ചെയ്യാത്തൊരു അസുഖമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതായത് ഒരാള് ഒക്കുപേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ജോലി സംബന്ധമായിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ. അത് ഏതായിരിക്കും ആ ജോലി? ഒന്ന് ഈ സ്റ്റോൺ ബ്രേക്കിംഗ്, അതായത് നമ്മളെ മൈന്, അതുപോലെ തന്നെ നമ്മുടെ ഈ കോറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പൊടി എപ്പോഴും അകത്തോട്ട് കയറും. പൊടി ലങ്സിലോട്ട് കയറിയാൽ ലങ്സിൽ ഫൈബർ വളരും, നാര്, ഫൈബ്രോസിസ് ഉണ്ടാവും. ഫൈബ്രോസിസ് ഉണ്ടായാൽ അത് പിന്നെ ക്യാൻസർ ആയിട്ട് മാറും, അയാൾ ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ അതാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. അങ്ങനത്തെ 2 അസുഖങ്ങളുടെ പേര് NCERT ഉണ്ട്, അത് പഠിക്കണം. സിലിക്കോസിസ്, ആസ്ബെസ്റ്റോസിസ്. ആസ്ബെസ്റ്റോസിസും സിലിക്കോസിസും ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. അപ്പോ ഇയാൾക്കുള്ള പ്രൊട്ടക്ഷൻ എന്താണ്? ഇയാൾ പ്രൊട്ടക്റ്റീവ് മാസ്ക് ഉപയോഗിക്കുക. കൺസോൾട്ടേറ്റിംഗ് 3 അസുഖം: ആസ്മ, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കെ, രണ്ടാമത്തത് വീസിങ് സൗണ്ട്. രണ്ടാമത്തെ സാധനം എംഫിസീമ സിഗരറ്റ് സ്മോക്കർ, റെസ്പിറേറ്ററി സർഫസ് റെഡ്യൂസ്ഡ്. മൂന്നാമത്തത് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ, അത് ആസ്ബെസ്റ്റോസിസ്, സിലിക്കോസിസ്, ഫൈബ്രോസിസ് ഉണ്ടാവും. ഇത്രയും പഠിക്കുക. ഈ ചാപ്റ്റർ തീർന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ?